ഹലോ നമസ്കാരം. എല്ലാവർക്കും സഹകാരി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് വരെയുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ ജോഗ്രഫിയിലെ അഗ്രികൾച്ചറൽ സെക്ടറിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു അനാലിസിസാണ് നമ്മൾ ചെയ്തു പൊയ്ക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമുക്കത് കാണാൻ സാധിച്ചു. കഴിഞ്ഞ 6 പാർട്ടുകളിലായിട്ട് ഒരുപാട് വിശദാംശങ്ങൾ നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്നും തീർന്നിട്ടില്ല. അഗ്രികൾച്ചറിൻ്റെ കുറച്ചുകൂടി വസ്തുതകൾ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഈ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ നോക്കേണ്ടതില്ല എന്നുള്ള രീതിയിൽ സമഗ്രമായിട്ട് അങ്ങ് തീർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്നും ഈ പറയുന്ന അഗ്രികൾച്ചറിൻ്റെ തന്നെ ചെറിയൊരു അപ്ഡേഷൻ കൂടി നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ ഈ അഗ്രികൾച്ചറൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലൈമറ്റിക് കണ്ടീഷൻസ്, അഗ്രികൾച്ചറൽ സീസൺസ്, അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസുകൾ അല്ലെങ്കിൽ വിവിധ തരം അഗ്രികൾച്ചറൽ പ്രോഡക്റ്റുകൾ ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നതും ഇന്ത്യ കൃഷി ചെയ്ത് പുറത്തിറക്കുന്നതും അതിൽ ഇന്ത്യയുടെ ഗ്ലോബൽ റാങ്കിങ്ങും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ അതും ഓരോ സംസ്ഥാനങ്ങൾ ഏതേത് സംസ്ഥാനങ്ങളാണ് ഓരോരോ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിൻ്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് എന്നിവയെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെയുള്ള ഡിസ്കഷൻസിൽ ഡീറ്റെയിൽഡായിട്ട് നോക്കിയതാണ്. കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കിപ്പോയി. സോ ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മളിപ്പോൾ US-ലും ഉണ്ട് അഗ്രികൾച്ചർ, അല്ലെങ്കിൽ മറ്റ് ഡെവലപ്ഡ് നേഷൻസിലും അഗ്രികൾച്ചർ ചെയ്യുന്നുണ്ട്. യൂറോപ്പ്, US എല്ലാ രാജ്യങ്ങളും അഗ്രികൾച്ചർ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഡെവലപ്ഡ് നേഷൻസിൻ്റെ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് മോറോർലെസ് ഒരു കൊമേർഷ്യൽ അഗ്രികൾച്ചറൽ ഫാംസ് എന്ന രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്നവയാണ്. എന്ന് പറഞ്ഞാൽ അവർ താരതമ്യേന പ്രൊഡക്ഷൻ നല്ലപോലെ വർദ്ധിപ്പിക്കാനുള്ള മെത്തഡോളജീസ് സ്വീകരിക്കുകയും ഒപ്പം തന്നെ ഈ വാല്യൂ അഡീഷന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് മൂല്യവർദ്ധനത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അവർ ഗോതമ്പ് കൃഷി ചെയ്താൽ ഗോതമ്പിനെ നേരിട്ട് മാർക്കറ്റിലേക്ക് എത്തിച്ച് വിപണിയിലേക്ക് എത്തിച്ച് വിൽപ്പന ചെയ്യുന്നതിന് പകരം ഈ ഗോതമ്പിനെ പ്രോസസ്സ് ചെയ്ത് മൈദയാക്കി മാറ്റാനുള്ള ഒരു പ്രോസസ്സും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഫാക്ടറിയോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റോ ഒക്കെ അവർ സജ്ജമാക്കി ഗോതമ്പിനെ നേരെ അങ്ങോട്ടേക്ക് എത്തിച്ച് അവിടെ അതിന് മൂല്യവർദ്ധനം ഉണ്ടാക്കും. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു ബ്രെഡ് ഫാക്ടറിയോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ ആ ഒരു വീറ്റ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ എടുത്തിട്ട് പിന്നെ ബ്രെഡ് ഉണ്ടാക്കി മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ 10 മടങ്ങ് മൂല്യം ഉണ്ടാവുകയാണ്. ഇതിനാണ് വാല്യൂ അഡീഷൻ എന്ന് നമ്മൾ പറയുക. ഗോതമ്പിന് തന്നെ മൂല്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മൂല്യവർദ്ധനം എന്ന് പറയുന്നത് പൊതുവേ പ്രൈമറി സെക്ടറിൽ നിൽക്കുന്ന അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഫാമേഴ്സ് പൊതുവെ ഇന്ത്യയിൽ അങ്ങനെ ഇങ്ങനെ ചെയ്യാറില്ല. അവർ ഒരു പ്രൊഡ്യൂസ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഗോതമ്പോ അരിയോ ഉൽപ്പാദിപ്പിച്ചെങ്കിൽ അവർ നേരിട്ട് അത് മാർക്കറ്റിൽ എത്തിച്ച് വിപണനം നടത്തുക എന്നുള്ളതല്ലാണ്ട് അവരിതിന് മൂല്യവർദ്ധനത്തിനൊന്നും കാര്യമായിട്ട് പോകാറില്ല. അത് മാത്രമല്ല, ഫാം ടൂറിസം എന്നൊക്കെ പറയുന്നത് വിദേശങ്ങളിൽ പല കാലങ്ങളായി അനുവർത്തിച്ചു വരുന്നതാണ്. ബിസി ലൈഫിൽ നിന്നും എന്താ പറയുക ഒന്ന് റിലാക്സ് ആകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഈ ഗ്രാമപ്രദേശങ്ങളിലോട്ടുള്ള അവിടെയുണ്ട് കൺട്രി സൈഡെന്ന് നമ്മൾ പറയും. കൺട്രി സൈഡിലോട്ട് പോയിട്ടുള്ള ഫാമുകളിലൊക്കെ അവിടെ ഫാം ഹൗസുകളൊക്കെയാണ്. ഫാമും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്റ്റേ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് ഫാമിംഗ് ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും കാണാനും ഫ്രഷായിട്ട് അവിടെ നിന്ന് കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്ന പ്രൊഡ്യൂസുകൾ പർച്ചേസ് ചെയ്യുവാനും ഒക്കെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി നമ്മളവിടെ കൊടുക്കുന്നതൊക്കെ കാണാൻ പറ്റും. ഇതിൽ നിന്നൊക്കെ തന്നെയും ഈ ആൾക്കാർക്ക് റവന്യൂ കിട്ടുന്നുണ്ട്. ഫാമേഴ്സിന് റവന്യൂ കിട്ടും. ഇപ്പോൾ 2 ദിവസത്തെ ഹോം സ്റ്റേ പാക്കേജ് ആണെന്ന് പറയുമ്പോൾ അതിനകത്ത് സ്റ്റേ ഉണ്ടാവും, ഫുഡ് ഉണ്ടാവും, ഈ പറയുന്ന ആക്ടിവിറ്റീസ് അഗ്രികൾച്ചറൽ ഫാം വിസിറ്റും അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതിനൊക്കെ കൂടി ചേർത്തിട്ട് ഒരു പാക്കേജായിട്ട് അവരിൽ നിന്ന് ഒരു തുക ഈടാക്കിയിട്ടായിരിക്കും ഇവിടെ ഈ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനായിട്ട് പോസിബിലിറ്റി കൊടുക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ സംവിധാനങ്ങളൊന്നും പൊതുവെ നമ്മൾ ഇങ്ങനെ ചെയ്യാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ പറഞ്ഞു വന്നത് നമ്മുടെ കർഷകരെന്ന് പറയുന്നത് ഇന്നും കുറേ എന്താ പറയുക പണ്ടത്തെ കാലങ്ങളിൽ തന്നെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഒരു പരിധിവരെ ട്രഡീഷണൽ ഫാമേഴ്സ് എന്ന് വിളിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഈ ഫാമേഴ്സിന് പൊതുവേ കൃഷി എന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈലി വോളറ്റൈൽ ഇൻ ദ സെൻസ് ഡിപ്പെൻഡൻ്റ് ഓൺ സർട്ടൻ ഫാക്ടേഴ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെള്ളം, ക്ലൈമറ്റ്, സോയിൽ, അതുമല്ല എന്നുണ്ടെങ്കിൽ വിപണി, ഇതിനൊക്കെ ഹൈലി ഫ്ലക്ച്വേറ്റിംഗ് ആണ് നമ്മുടെ ഈ കാർഷിക മേഖല എന്ന് പറയുന്നത്. ഇപ്പോൾ നല്ലപോലെ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ കൃഷിനാശം ഉണ്ടാവും, വെള്ളപ്പൊക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ കൃഷിനാശം ഉണ്ടാവും, ഇനി വെള്ളം കിട്ടിയില്ല എന്നുണ്ടെങ്കിലും കൃഷിനാശം ഉണ്ടാവും. അപ്പോൾ അഗ്രികൾച്ചറിന് പ്രൊഡക്ടിവിറ്റീനെ നേരിട്ട് വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഘടകമാണ് നമ്മുടെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് പറയാൻ പറ്റും. അപ്പോൾ കൃഷി ചിലപ്പോൾ നന്നാവാം, ചിലപ്പോൾ മോശപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കർഷകരെ ഈ കാർഷിക വൃത്തിയിൽ നിലനിർത്തുന്നതിനായി കർഷകർക്ക് ചില താങ്ങും തണലുമായിട്ടുള്ള സംവിധാനങ്ങൾ, സ്കീമുകൾ, പദ്ധതികളൊക്കെ തന്നെയും വേണ്ടി വരുന്ന സാഹചര്യങ്ങൾ വരും എന്നുള്ളതാണ്.
അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള പല പദ്ധതികളെയും പറ്റിയിട്ടൊക്കെയാണ്. ഇന്ത്യൻ അഗ്രികൾച്ചറൽ സെക്ടറിന് വേണ്ടിയിട്ട് ഉതകുന്ന സപ്പോർട്ട് മെക്കാനിസംസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ കാർഷിക രംഗത്തേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഘടകമാണ് ഇവിടെ നമ്മൾ സപ്പോർട്ട് മെക്കാനിസം എന്ന രീതിയിൽ പറയുന്നത്. മാത്രമല്ല PSCയുടെ പെർസ്പെക്റ്റീവിൽ ചോദ്യങ്ങളും സപ്പോർട്ട് മെക്കാനിസം ബേസ് ചെയ്തിട്ട് ഒട്ടനവധി കണ്ടുവരുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ സപ്പോർട്ട് മെക്കാനിസം എന്ന ടോപ്പിക്കിലേക്ക് പോകാം. ബട്ട് ബിഫോർ ദാറ്റ് വിൽ സീ സർട്ടൻ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദാറ്റ്. ആദ്യത്തെ ഒരു ചോദ്യം നോക്കി. The MSP for paddy and wheat has grown from rupees 850 and 1,880 per quintal in 2008-2009 to dash and dash per quintal in 2023-24. ഒരു ക്വിൻ്റൽ അരിക്കും അല്ലെങ്കിൽ ഗോതമ്പിനുമുള്ള MSP എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് MSP എന്നൊക്കെ നമ്മൾ പോകുന്ന ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. ഇത് KS ചോദിച്ച ചോദ്യമാണ് കേട്ടോ. അതുപോലെ മറ്റൊരു ചോദ്യം, മാച്ച് ദ ഫോളോയിങ് സ്കീംസ് ആൻഡ് പോളിസീസ് വിത്ത് ദർ ഒബ്ജക്റ്റീവ്സ്. കണ്ടോ, അഗ്രികൾച്ചറൽ സ്കീംസും അതിൻ്റെ ഒബ്ജക്റ്റീവ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒന്ന്, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്കീം, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ഇങ്ങനെയുള്ള പല കോളംസ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പല സ്കീമുകൾ തന്നിട്ടുണ്ട്. അത് ഇപ്പോൾ ടു പ്രൊവൈഡ് ഇൻഷുറൻസ് കവർ ടു ഫാമേഴ്സ് എഗെയിൻസ്റ്റ് ലോസ് ഡ്യൂ ടു നാച്ചുറൽ കലാമിറ്റീസ്, അതെന്താണ് പരിപാടി. അതുപോലെ ടു എൻഷുർ ദി അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ് ടു ഫാമേഴ്സ് ഫോർ അഗ്രികൾച്ചറൽ ഇൻപുട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ ഘടകങ്ങൾ വാങ്ങുന്നതിനായിട്ടുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കുക, അത് ഉറപ്പാക്കുക. ടു പർച്ചേസ്, സ്റ്റോർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ് ഗ്രെയിൻസ് ടു മെയിൻറ്റെയിൻ ഫുഡ് സെക്യൂരിറ്റി, സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് പിന്നെ ഭക്ഷ്യധാന്യങ്ങളെ പർച്ചേസ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്ന ഒരു പ്രവർത്തനം ചെയ്യുന്നു. അതുപോലെ ടു എൻഹാൻസ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് പ്രൊമോട്ട് എഫിഷ്യൻറ്റ് വാട്ടർ യൂസ്. അഗ്രികൾച്ചറിൽ കൃത്യമായിട്ടുള്ള ഇറിഗേഷൻ ഫെസിലിറ്റീസ് എൻഹാൻസ് ചെയ്ത് എഫിഷ്യൻ്റ് ആയിട്ട് വാട്ടറിൻ്റെ ഉപയോഗം കൃഷി പാടങ്ങളിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇതാണ് ഈ 4 ഇത് തന്നിരിക്കുന്നത്. ക്ലിയർ ആയിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. എന്നിരുന്നാലും ഇത് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ലാസ്റ്റ് എന്തായാലും PYQ ഡിസ്കഷൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇതിൻ്റെയും ആൻസർ നോക്കി പോകുന്നുണ്ടാകും. സോ ഇഫ് യു ഹാവ് എൻ ആൻസർ ജസ്റ്റ് നോട്ട് ദാറ്റ് ഡൗൺ. നിങ്ങളുടെ ആൻസർ മനസ്സിൽ കരുതുകൊള്ളുക. നമുക്ക് നോക്കാം എന്താണ് ശരി ഉത്തരം എന്നൊക്കെ. അതുപോലെ മറ്റൊരു ചോദ്യം നോക്കിയേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അക്യുറേറ്റ്ലി റെപ്രസെൻറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് PMKSY, കൃഷി സിഞ്ചായി യോജനയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന സ്കീം. അതിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് എന്താണെന്നാണ് ചോദ്യം. ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ബെനിഫിഷ്യറീസ് ഫോർ ദി ഇയർ 2024-25 അണ്ടർ ദി വാട്ടർഷെഡ് കോമ്പണൻറ്റ് ഓഫ് PMKSY ആർ ഉത്തർപ്രദേശ് ഫോളോഡ് ബൈ ജാർഖണ്ഡ്. ഏറ്റവും വലിയ ബെനിഫിഷ്യറീസ് UPയും പിന്നെ ജാർഖണ്ഡുമായിരുന്നു എന്നാണ് കിടക്കുന്നത്. 2, ദ സ്കീം പ്രൈമർലി ഫോക്കസ് ഓൺ പ്രൊവൈഡിങ് സബ്സിഡീസ് ഫോർ ലാർജ് സ്കെയിൽ ഇറിഗേഷൻ പ്രൊജക്ട്സ്. പ്രധാനമായും ഇത് ലാർജ് സ്കെയിൽ ഇറിഗേഷൻ പ്രൊജക്റ്റിന് സബ്സിഡി കൊടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ സ്കീം വന്നിരിക്കുന്നതെന്ന് പറയുന്നു. ദ സ്കീം ലോഞ്ച് ചെയ്തിട്ട് 2015 പറയുന്നു. ദ സ്കീം ഈസ് ഫുള്ളി ഫണ്ടഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. പൂർണ്ണമായും ഈ ഒരു സ്കീം ഒരു കേന്ദ്ര സ്കീമായിട്ട് വന്നിരിക്കുന്ന, അല്ലെങ്കിൽ കേന്ദ്ര ധനസഹായത്തിന്മേൽ പ്രവർത്തിക്കുന്നൊരു പദ്ധതിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ അറിയില്ല. നമുക്ക് നോക്കേണ്ടതുണ്ട് ഇതിനെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങൾ. നേരെ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം, സപ്പോർട്ട് മെക്കാനിസങ്ങളിലേക്ക് കിടക്കാം. സോ വാട്ട് ഈസ് ദി സപ്പോർട്ട് മെക്കാനിസംസ് ആക്ച്വലി ഡീൽസ് വിത്ത്? അതിൽ സപ്പോർട്ട് മെക്കാനിസങ്ങൾ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടറിൽ വരുന്ന താങ്ങ് അല്ലെങ്കിൽ സപ്പോർട്ട് മെക്കാനിസങ്ങളിൽ ആദ്യം വരുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് തന്നെ ഈ MSP. നമുക്ക് ചോദ്യത്തിനകത്തും കണ്ടതാണ് MSP. ഒരുപാട് ചോദ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുമുണ്ട് MSP എന്നാൽ മറ്റൊന്നുമല്ല, മിനിമം സപ്പോർട്ട് പ്രൈസ്. എന്താണ് MSP എന്ന് പറയുന്നത്? മിനിമം സപ്പോർട്ട് പ്രൈസ് ഇസ് വാട്ട് വി കോൾ ആസ് MSP. നമ്മൾ താങ്ങുവില, അടിസ്ഥാന വില എന്നൊക്കെ നമ്മൾ സൂചിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഘടകമാണ് MSP എന്ന് പറയുന്നത്. അപ്പോൾ ഈ MSPയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, മിനിമം സപ്പോർട്ട് പ്രൈസിൻ്റെ പിന്നെ ഡെഫിനിഷൻ എന്താ നമുക്ക് നോക്കാം. ദ സേഫ്റ്റി നെറ്റ് എന്ന് ഓൾറെഡി സൂചിപ്പിക്കുന്നു. ഡിഫൈനിങ് MSP, ദ സേഫ്റ്റി നെറ്റ്. എന്താണ് സംഭവം? ദ മിനിമം സപ്പോർട്ട് പ്രൈസ് ഈസ് എ ഫോം ഓഫ് മാർക്കറ്റ് ഇൻ്റർവെൻഷൻ. റിലൈൻ ചെയ്യുന്നു, മാർക്കറ്റ് ഇൻ്റർവെൻഷൻ. ഇറ്റ് ഇസ് എ ഫോം ഓഫ് മാർക്കറ്റ് ഇൻ്റർവെൻഷൻ. മാർക്കറ്റിലേക്കുള്ള, കമ്പോളത്തിലേക്കുള്ളൊരു ഇടപെടലാണ്. ഇടപെടൽ പോലുള്ളൊരു രീതിയാണ് MSP. എന്ത് ചെയ്യുന്നു? ബൈ ദി ഗവൺമെൻറ്. ആരാ ഇടപെടുന്നത്? ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ശരി. അപ്പോൾ നമ്മുടെ മാർക്കറ്റിലേക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഏകദേശ ഒരു ഇടപെടലാണ് ഈ ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി എന്ത് ഇടപെടലാണിത്? ഇറ്റ് ആക്ട് ആസ് എ പ്രൈസ് ഗ്യാരണ്ടി to the farmers, ensuring that they receive a minimum profit for their crops even if the market prices crash due to bumper harvest. അതായത് എന്താണ് MSP പറയുന്നത്? ശരിക്കും സൂചിപ്പിച്ചാൽ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. MSP എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് ഇൻ്റർവെൻഷൻ ആണ്.
ആരുടെ മാർക്കറ്റ് ഇൻ്റർവെൻഷനാണ് എന്ന് പറഞ്ഞാൽ ഇടപെടലാണ്. ആരുടെ? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കമ്പോളത്തിൽ ഇടപെടുന്നു. എന്തിനു വേണ്ടി ഇടപെടുന്നു? ടു ഗ്യാരണ്ടി എ പ്രൈസ്, എ മിനിമം പ്രോഫിറ്റ് ഫോർ ദി ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ്. കർഷകർ കൃഷി ചെയ്യുന്ന ഒരു ഉൽപ്പന്നത്തിന് അടിസ്ഥാനപരമായിട്ട് ഏറ്റവും കുറഞ്ഞത്, അതായത് മിനിമം പ്രൈസ് നിങ്ങൾക്ക് ഇത്രയെങ്കിലും കിട്ടിയിരിക്കും, ഇറസ്പെക്റ്റീവ് ഓഫ് ദി മാർക്കറ്റ് പ്രൈസ്. ചിലപ്പോൾ സർപ്ലസ് ആയിട്ട് പ്രൊഡക്ഷൻ നടക്കുക, സവോളയുടെ ഉൽപ്പാദനം വല്ലാണ്ട് കൂടി, ഒരുപാട് സവോള പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഒരുപാട് സവോള പ്രൊഡ്യൂസ് ചെയ്ത് പ്രൊഡക്ഷൻ കൂടിപ്പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വില കുറച്ച് വിൽക്കേണ്ടി വരും, വില കുറയും. ഒരു പരിധിയിൽ കൂടുതൽ വില കുറഞ്ഞു പോയാൽ കർഷകനൊന്നും കിട്ടൂല എന്ന് പറയുന്നത് കൊണ്ടാണ് കർഷകന് കിട്ടുന്ന വിലയിൽ അല്ലേ ഒരു അടിസ്ഥാന വില നമ്മൾ നിശ്ചയിക്കും. ഗവൺമെൻറ് പറയുവാണ് കിലോയ്ക്ക് 2 രൂപ. നിങ്ങൾ അടിസ്ഥാന വില എന്ന് പറയുമ്പോൾ കിലോ 30-40 കരുതരുത് കേട്ടോ. ചെറിയ തുകയാണ് കിട്ടുക. നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങുമ്പോൾ നമുക്ക് കിലോയ്ക്ക് 25 രൂപ 30 രൂപയ്ക്ക് കൊടുത്ത് വാങ്ങുന്ന 1 കിലോ സവോളയെങ്കിലും ശരിക്കും അതിന് ആ വില ഉണ്ടാവില്ല. ഫാമറിന് കിട്ടുന്ന 4-5 രൂപയൊക്കെ തന്നെ ആയിരിക്കുള്ളൂ 1 കിലോയ്ക്ക്. ബട്ട് എനിഹൗ നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് പറയുകയാണ്, നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ നല്ലപോലെ വില ഇടിയുന്ന സാഹചര്യം വന്നാൽ ചിലപ്പോൾ കർഷകന് 50 പൈസയോ 1 രൂപയൊക്കെ ആയിരിക്കും 1 കിലോയ്ക്ക് കിട്ടുക. അത്രയും കുറഞ്ഞു പോകും. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇത് ഉൽപ്പന്നം ഈ 1 കിലോ ഉൽപ്പാദിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ 1.5 രൂപയോ മറ്റോ ചിലവ് വന്ന് കാണും. മനസ്സിലായോ? അല്ലെങ്കിൽ 1 രൂപ അദ്ദേഹത്തിന് 1 കിലോ സവാള ഉൽപ്പാദിപ്പിക്കാൻ ചിലവായിട്ട് അദ്ദേഹത്തിന് വന്നിട്ടുണ്ടാവും 1 രൂപ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് 50 പൈസ കിട്ടിക്കഴിഞ്ഞാൽ 50 പൈസ നഷ്ടത്തിലാണ് അദ്ദേഹം കൃഷി ചെയ്തതെന്ന് പറയേണ്ടി വരും. 1 ലക്ഷം രൂപയ്ക്ക് കൃഷി ചെയ്തുവെങ്കിൽ കിട്ടിയതോ ഇത് വിറ്റപ്പ് കിട്ടിയതോ 50,000 രൂപയാണ്. 50,000 രൂപ നഷ്ടം. ആലോചിച്ച് നോക്കി, 1 ലക്ഷം രൂപ എടുത്ത് 3-4 മാസം കൃഷി ചെയ്ത് വിളവെടുത്ത് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കിട്ടിയത് 50,000 രൂപയുടെ നഷ്ടമാണ്. കർഷകർ കൃഷി നിർത്താൻ ഇതിലപ്പുറം വേറൊരു സാഹചര്യം വേണ്ട. അപ്പോൾ കൃഷി നിർത്തിയാൽ ഇന്ത്യക്ക് വളരെ വലിയൊരു അടിയായി മാറും എന്നുള്ളതുകൊണ്ടാണ് കർഷകരെ സംരക്ഷിക്കുന്നതിനായി ഇങ്ങനൊരു പദ്ധതി കൊണ്ടുവരുന്നു, മിനിമം സപ്പോർട്ട് പ്രൈസ്, MSP, താങ്ങുവില. അപ്പോൾ നിങ്ങൾ പറയും, അപ്പോൾ ഗവൺമെൻറ് പറയും, നിങ്ങൾ സവോള ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം 2 രൂപ എന്തായാലും കിട്ടും. ഈവൻ മാർക്കറ്റിൽ അതിന് 50 പൈസ വെച്ച് എടുക്കാനേ ആളുള്ളൂ എങ്കിൽ പോലും ബാക്കി 1.5 രൂപ ആര് തരും? ഗവൺമെൻറ് തരും എന്നുള്ള രീതിയിലാണ്. അതായത് നിങ്ങൾ സവോള പ്രൊഡ്യൂസ് ചെയ്തോളൂ, നിങ്ങൾക്ക് മാർക്കറ്റിൽ വില കൂടുതലാണെങ്കിൽ 5 രൂപയ്ക്കോ 6 രൂപയ്ക്കോ ഒക്കെ നിങ്ങൾക്ക് അത് വിൽക്കാം, കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് മിനിമം പ്രൈസ് 2 രൂപ കിട്ടിയിട്ടുണ്ടാകും. ഈ ഒരു മിനിമം പ്രൈസ് ഗ്യാരണ്ടി ഫാർമറിന് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. What is the objective? പറയേണ്ട കാര്യമില്ല. To promote farmers from price, to protect farmers from price volatility and encourage investment in agriculture. അല്ലേ? കാരണം ഈ പ്രൈസ് വോളറ്റൈലിറ്റി ഈ മാർക്കറ്റിൽ നമുക്കറിയാം, ഈ വിലകൾ കയറും ഇറങ്ങും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഗോൾഡൊക്കെ പോകുന്ന പോലെ ഇങ്ങനെ മുകളിലോട്ട് മാത്രമല്ല ട്രെൻഡ്, കൂടും കുറയും. സവോളയ്ക്ക് ഇന്ന് കിലോ 40 ആണെങ്കിൽ 4 ചിലപ്പോൾ 25 കുറഞ്ഞേക്കും. അപ്പോൾ ഇന്ന് കൃഷി ഇറക്കുന്ന നമ്മൾ സവോളയ്ക്ക് നല്ല വിലയുള്ളപ്പോൾ കൃഷി ഇറക്കി, പക്ഷേ നമ്മൾ വിളവെടുക്കുന്ന സമയം 3-4 മാസം കഴിഞ്ഞിട്ടായിരിക്കും. ബൈ ദാറ്റ് ടൈം ഈ പറയുന്ന വിളയുടെ വില ചിലപ്പോൾ ഒരുപാട് കുറഞ്ഞു പോയേക്കാം, അല്ലെങ്കിൽ കൂടിയേക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ ഒരു അൺസർട്ടനിറ്റി എപ്പോഴും അഗ്രികൾച്ചറൽ സെക്ടറിലുണ്ട്. അല്ലേ? ഞാൻ ഉണ്ടാക്കുന്ന ഉൽപ്പാദനത്തിന് ഒരു പക്ഷേ വില കുറയാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമുക്ക് എപ്പോഴും ഒരു ഭയമുണ്ട്. ആ ഭയത്തിനെയാണ് ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത്, ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ളതാണ്. Prices are declared twice a year before the Kharif and Rabi sowing seasons. വിളവെടുപ്പ് കാലത്തിനല്ല, പകരം വിത്ത് വിതയ്ക്കുന്ന കാലത്തിന് തൊട്ട് മുമ്പായിട്ട് തന്നെ നമ്മൾ ഈ പറയുന്ന പ്രൈസസ് അനൗൺസ് ചെയ്യാറുണ്ട് ഗവൺമെൻറ് സാധാരണഗതിയിൽ. അതായത് 2 തവണയാണ് ഒരു വർഷത്തിൽ പ്രൈസ് അനൗൺസ് ചെയ്യുന്നത്. ഖാരിഫിൻ്റെ വിളവിറക്കൽ സമയത്തിന് മുമ്പും റാബിയുടെ വിളവിറക്കൽ സമയത്തിന് മുമ്പുമായിട്ട് MSP പ്രൈസ് അനൗൺസ്മെൻറ്റ് നടത്താറുണ്ട് എന്നുള്ളതാണ്. ദ ഡിസിഷൻ മേക്കിംഗ് ഹയറാർക്കി. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസിഷൻ മേക്കിംഗ് ഹയറാർക്കി എന്ന് നോക്കാം നമുക്ക്. ദ പ്രോസസ് ഇൻവോൾവ്സ് എ സ്പെസിഫിക് ചെയിൻ ഓഫ് കമാൻഡ് ടു എൻഷുർ പ്രൈസസ് ആർ ബാലൻസ്ഡ് ബിറ്റ്വീൻ ഫാർമർ വെൽഫെയർ ആൻഡ് കൺസ്യൂമർ ഇൻഫ്ലേഷൻ. ശരിക്കും ഫാർമറിനൊരു കൃത്യമായ ഒരു മിനിമം പ്രൈസ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും ആ ഒരു പ്രൈസ് ഫാർമറിന് നിജപ്പെടുത്തി കൊടുക്കുന്നത് കൊണ്ട് കൺസ്യൂമറിന് ഇത് വാങ്ങേണ്ടി വരുന്ന സമയത്ത് ഒരു ഉയർന്ന വിലയായി പോകരുത് ഈ കോമോഡിറ്റിക്ക്. അപ്പോൾ അതിലൊരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ വേണം അതായത് ഫാർമറിൻ്റെ വെൽഫെയറും കൺസ്യൂമർ ഇൻഫ്ലേഷനെയും ബാലൻസ് ചെയ്ത് വേണം എന്ത് ചെയ്യുവാൻ, ഈ ഒരു പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുവാനെന്നുള്ളതാണ്. കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ്സ് ആൻഡ് പ്രൈസസ്, CACP എന്താണ്? An expert body that analyzes production cost, market trend and demand supply gap, and it submits a recommendation report. അപ്പോൾ ഈ ഒരു പ്രൈസ് MSP എന്നത് എത്ര വേണമെന്ന് തീരുമാനിക്കുന്നതിന് ചില്ലറ കാര്യമൊന്നുമില്ല, വെറുതെ ഒരു കമ്മിറ്റി കൂടിയിരുന്നങ്ങ് തീരുമാനിക്കുമല്ല. MSP കൃത്യമായ അവലോകനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ്. എന്തിൻ്റെ അവലോകനം? ഒരു എക്സ്പേർട്ട് ബോഡിയുണ്ട് ഈ MSP നിർണ്ണയിക്കുന്നതിനായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഒരു എക്സ്പേർട്ട് ബോഡി. എന്താണ് ആ ബോഡിയുടെ പേര്? ചോദ്യമാണ്. കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് പ്രൈസസ്, CACP, കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ്സ് ആൻഡ് പ്രൈസസ്.
ഈ ഒരു കമ്മിറ്റി പ്രൊഡക്ഷൻ കോസ്റ്റ് എത്രത്തോളം ഉണ്ട് എന്ന് അനലൈസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1 കിലോ സവാള പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര രൂപയുടെ ചിലവ് അദ്ദേഹത്തിന് വരും, മാർക്കറ്റിൻ്റെ ട്രെൻഡ് അത് എന്താ പറയുക, ഈ പറയുന്ന പ്രോഡക്റ്റിന് ഡിമാൻഡ് കൂടുകയാണോ കുറയുകയാണോ, അതുപോലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഗ്യാപ്പ്, അതായത് ഇവിടെ ഡിമാൻഡാണോ കൂടുതൽ സപ്ലൈ ആണോ കൂടുതൽ, ഇതിലേതെങ്കിലും ഒന്ന് കൂടുതലാണെങ്കിൽ അവ തമ്മിലുള്ള അകലം എത്രത്തോളം ഉണ്ട് എന്നിവയെല്ലാം പരിശോധിച്ച് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദി ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ ഇക്കണോമിക് അഫയേഴ്സ് ചെയർഡ് ബൈ ദി പ്രൈം മിനിസ്റ്റർ റിവ്യൂസ് ദിസ് റിപ്പോർട്ട് ആൻഡ് ഗിവ്സ് ദി ഫൈനൽ അപ്രൂവൽ. അപ്പോൾ ഇതിന് ഫൈനൽ അപ്രൂവൽ, MSPക്കുള്ള ഫൈനൽ അപ്രൂവൽ ആരാ കൊടുക്കുക? ദി ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ ഇക്കണോമിക് അഫയേഴ്സ്. ഏത് കമ്മിറ്റി മക്കളെ? ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ ഇക്കണോമിക് അഫയേഴ്സ് will review the report. ഈ പറയുന്ന കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ടിനെ റിവ്യൂ ചെയ്ത് ആൻഡ് ഗിവ്സ് ദി ഫൈനൽ അപ്രൂവൽ. ഇനി ആരാണ് ഈ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ ഇക്കണോമിക് അഫയേഴ്സിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്? ഹൂസ് ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഒരു അഗ്രികൾച്ചർ MSPക്ക് വേണ്ടിയിട്ടുള്ളൊരു MSP ഉൾപ്പെടെ വരുന്നൊരു സാഹചര്യത്തിനെ നേരിട്ട് പ്രധാനമന്ത്രി പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി തന്നെ ചെയർ ചെയ്യുന്ന ഒരു കമ്മിറ്റിയിൽ നിന്നാണ് അതിൻ്റെ ഫൈനൽ അപ്രൂവൽ വരുന്നത് എന്നുള്ള ആലോചിച്ച് നോക്കുക. ആൻഡ് ദർ ഇസ് എ 1.5x ഫോമുല. ഈ 1.5 ഇൻറ്റു അല്ലെങ്കിൽ 1.5 ടൈംസ് ഫോമുല എന്ന് പറയുന്നത്, സിൻസ് ദി യൂണിയൻ ബജറ്റ് ഓഫ് 2018-19 ദി ഗവൺമെൻറ് ഫോളോസ് എ ഫിക്സഡ് മാത്തമെറ്റിക്കൽ പ്രിൻസിപ്പിൾസ്. ഈ ഓരോ തവണ ഇങ്ങനെയുള്ളൊരു പരീക്ഷണം നടത്തുന്നതിനേക്കാൾ 2018-19 തൊട്ടുള്ള ബജറ്റ് മുതൽ ഗവൺമെൻറ് ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് MSP മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 1.5 ടൈംസ് ദി ഓൾ ഇന്ത്യ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഇപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും ഓരോ നാട്ടിലും ഓരോന്നായിരിക്കും. ഇപ്പോൾ കേരളത്തിലുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയിരിക്കില്ല ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യാനായിട്ട് പഞ്ചാബിൽ ആവശ്യമായിട്ട് വരിക, അതായിരിക്കില്ല വെസ്റ്റ് ബംഗാളിൽ ആവശ്യമായിട്ട് വരിക, അതായിരിക്കില്ല ആന്ധ്രാപ്രദേശിൽ ആവശ്യമായിട്ട് വരിക. ഓരോ സ്ഥലത്തിലുമുള്ള ഓരോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി, വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി, ഇലക്ട്രിസിറ്റിയുടെ കോസ്റ്റ്, ലേബറിൻ്റെ കോസ്റ്റ്, അല്ലേ, വിത്തിനങ്ങളുടെ കോസ്റ്റ്, ഇതൊക്കെ വ്യത്യാസം വരും. ഫെർട്ടിലൈസേഴ്സിൻ്റെ കോസ്റ്റ് ഒക്കെ വേരിയേഷൻ വരുമല്ലോ. അപ്പോൾ ഓരോ ഇടത്തും കൾട്ടിവേറ്റ് ചെയ്യുന്നതിന് ഓരോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ്. ഇപ്പോൾ കേരളത്തിൽ ഉരുളക്കിഴങ്ങ് 1 കിലോ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യാൻ 1.5 രൂപ ചിലവ് വരുമെങ്കിൽ പഞ്ചാബിൽ ചിലപ്പോൾ 1 രൂപയായിരിക്കും ചിലവ് വരിക, പശ്ചിമ ബംഗാളിൽ ചിലപ്പോൾ 1.25 രൂപയായിരിക്കും ചിലവ് വരിക. അപ്പോൾ ഇത് വ്യത്യാസമുണ്ട്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ മുഴുവൻ ഒരുപോലെ അല്ല എന്നുള്ളതാണ് വാസ്തവം. ഈവൻ ഫോർ ദി സെയിം കോമോഡിറ്റി, അത് നമുക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഇവിടെ ലേബറിന് കിട്ടാനാകുമ്പോൾ നമ്മൾ 1000 രൂപ കൊടുക്കുന്ന ഒരു ദിവസമെങ്കിൽ ചിലപ്പോൾ പഞ്ചാബിൽ 700 രൂപ കൊടുത്താൽ മതിയാവും, പശ്ചിമ ബംഗാളിൽ ചിലപ്പോൾ 850 രൂപ കൊടുത്താൽ മതിയാവും. ഇതെല്ലാം മാറ്ററാണ്, ശരിയല്ലേ? അപ്പോൾ ഈ 1.5x ഫോമുല എന്ന് പറയുന്നത് എന്താ സൂചിപ്പിക്കുന്നത്? അത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? ഇപ്പോൾ തന്നെ പഠിച്ചു വെച്ചോ, MSPയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഇനി എന്താണ് ഈ ഫോമുല, അല്ലെങ്കിൽ എപ്പോൾ തൊട്ടാണ് ഈ ഒരു ഫോമുല വന്നത്? 2018-19 ബജറ്റ് മുതലാണ് ഇങ്ങനെ ഒരു ഫോമുല യൂസ് ചെയ്യാമെന്ന തീരുമാനം വരുന്നത്. ആൻഡ് എന്താണ് ഈ ഫോമുല? MSP എന്ന് പറയുന്നത്, അതായത് മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത്, ഈ ഇന്ത്യയിലെ ടോട്ടൽ ഒരു ഉൽപ്പന്നത്തിൻ്റെ ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എടുക്കും. എല്ലാ സംസ്ഥാനത്തിലും ആ ഒരു ഉൽപ്പന്നത്തിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണോ അതിൻ്റെ ആവറേജ് എടുക്കും. ആ ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ അറ്റ്ലീസ്റ്റ് 1.5 ടൈംസ് ആയിരിക്കണം MSP. ഉദാഹരണത്തിന് ഞാൻ ആവറേജ് എടുത്തപ്പോൾ 1 കിലോ ഉരുളക്കിഴങ്ങ് പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്കാകുന്ന തുക എന്ന് പറയുന്നത് 1 രൂപയാണെന്ന് കരുതുക. ₹1 1 രൂപയാണ് ചിലവ് വരുന്നതെന്ന് കരുതുക. അങ്ങനെ ഇതാണ് എൻ്റെ ആവറേജ് പ്രൈസ് കേട്ടോ, ആവറേജ് പ്രൈസ് ഫോർ ഉരുളക്കിഴങ്ങ് പ്രൊഡക്ഷൻ. അങ്ങനെയാണെങ്കിൽ MSP എന്ന് പറയുന്നത് എത്ര രൂപയായിരിക്കണം? MSP ഷുഡ് ബി ഈക്വൽ ടു ഈ ₹1 ഇൻറ്റു 1.5. അതാണ് 1.5 ടൈംസ്, മിനിമം 1.5 ടൈംസ് ആണെന്ന് പറയാം. അതായത് 1.5 റുപ്പീസ് എത്രയായിരിക്കണം? ചുരുങ്ങിയത് 1.5 രൂപ എങ്കിലും എന്തുണ്ടായിരിക്കണം? MSP ഉണ്ടായിരിക്കണം. അപ്പം നിങ്ങൾ ഉരുളക്കിഴങ്ങ് പ്രൊഡ്യൂസ് ചെയ്താൽ ചുരുങ്ങിയത് നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും? 1 കിലോയ്ക്ക് 1.5 രൂപ എന്തായാലും കിട്ടും, അത് ഷുവറാണ്. ക്ലിയർ ആണോ? ഇതാണ് 1.5x ഫോമുല ഈ MSP കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായി വിനിയോഗിക്കുന്നത്. എന്ന് മുതൽ 2018-19 ബജറ്റ് മുതൽ ഫോളോ ചെയ്ത് വരുന്നൊരു പ്രിൻസിപ്പിളാണതെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇത്രയും പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. കമ്മിറ്റികളുടെ പേരും മറ്റുമൊക്കെ ഒന്ന് നിങ്ങൾ ഓർത്തിരുന്നേച്ചാൽ മതിയാവും. ഓക്കെ, യെസ്. ഞാൻ പറയാം കോസ്റ്റ് മെട്രിക്, അതിനകത്ത് എടുക്കുന്ന കോസ്റ്റ് മെട്രിക് എന്ന് പറയുന്നതാണ് കേട്ടോ. അതായത് നമ്മുടെ ലേബർ കോസ്റ്റ്, ഫെർട്ടിലൈസർ കോസ്റ്റ്, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും അതിനകത്ത് ലേബർ കോസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. കറണ്ട് ക്രോപ്പ് കവറേജ് എന്ന് പറയുന്നത്, നിലവിലെ ക്രോപ്പ് കവറേജ് എന്ന് പറയുന്നത് ഗവൺമെൻറ് നിലവിൽ, അതായത് MSP എത്രയൊക്കെ ക്രോപ്പുകൾക്കാണ് നിലവിൽ കവറേജ്, ഏതൊക്കെ ക്രോപ്പുകൾക്കാണ് MSP കവറേജ് ഉള്ളത്. എല്ലാ ക്രോപ്പിനും ഇല്ല, നമ്മൾ ജസ്റ്റ് സൂചിപ്പിച്ചപ്പോൾ ഉണ്ടായിരുന്നു. അതിനകത്ത് എല്ലാ ക്രോപ്പിനും MSP മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്ന ഈ ഒരു സ്കീമിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സോ നിലവിൽ the government mandates MSP for 22 crops and a statutory price for 1 additional crop. MSP ശരിക്കും നിലവിൽ ഇന്ത്യയിൽ 22 ക്രോപ്പുകൾക്കാണ് ബാധകമായിട്ടുള്ളത്. 22 ടൈപ്പ് വിളകൾക്ക് MSP ബാധകമാണെന്നും ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രൈസ്, ഒരു നിയമപരമായി വന്നിരിക്കുന്ന മറ്റൊരു വേതനം അല്ല ഒരു പ്രൈസ് 1 അഡീഷണൽ ക്രോപ്പ്, ഒരു അഡീഷണൽ ക്രോപ്പിനും നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ശരിക്കും പറഞ്ഞാൽ 22 ക്രോപ്പുകൾക്കാണ്, 7
14, 19, 19 യെസ് 19, 3, 22, 22, 1, 24, അതായത് 23. അതായത് MSP വരുന്നത് 22 ക്രോപ്പുകൾക്കാണ്. MSP വരുന്നത് 22 ക്രോപ്പുകൾക്കാണ്. പിന്നെ ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രൈസ്, ഒരു നിയമം വഴി സ്ഥാപിതമായ ഒരു പ്രൈസ് ഒരു അഡീഷണൽ ക്രോപ്പിനും ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ആരാണ് അഡീഷണൽ ക്രോപ്പ് എന്നറിയോ? ആ അഡീഷണൽ ക്രോപ്പാണ് ഷുഗർ കെയിൻ. അല്ലേ? റൈറ്റ്, അതാണ് ഈ 1 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ 7, 7, 14, 14, 5, 19, 19, 3, 22, 19, 3, 22. ഇത് ഇത്രയുമാണ് MSPയിൽ വന്നിരിക്കുന്ന ഘടകങ്ങളെന്ന് പറയുന്നത്. അതായത് സിറിയൽസിൽ 7 തരത്തിലുള്ള സിറിയൽസ് MSPയിൽ കവേർഡാണ്. പൾസസ് 5 തരത്തിലുള്ള പൾസസ് കവേർഡാണ്. സിറിയൽസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പാഡി കവേർഡാണ്, അതായത് നെല്ല് കവേർഡാണ്, വീറ്റ് ഗോതമ്പ്, മെയ്സ് ചോളം, അതുപോലെ ബജ്രയൊക്കെ ഇതിൽ കവേർഡാണ്. സിറിയൽസിനകത്ത് കവേർഡാണ്. അതിന് പുറമെ വേറെ ഒരു 3 കൂട്ടരും കൂടി ഉണ്ട് എന്നുള്ളതാണ്. ടോട്ടൽ 7 ക്രോപ്സ് അതിനകത്ത് കവേർഡാണ്. പൾസസ് എടുക്കുന്ന സമയത്ത് 5 ക്രോപ്പുകൾ അതിനകത്ത് കവേർഡാണ്. ഏതൊക്കെയാണ്? ഗ്രാം, പയർ, തുറ്, മൂങ്ങ്, ഉഴുന്ന്, ഉറാഡ്, അതുപോലെ ലെൻറ്റിൽ, ഇതൊക്കെ ഇതിനകത്ത് കവേർഡാണ്. പൾസസിൻ്റെ കാര്യത്തിൽ MSP കവേർഡായിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ കൃഷി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MSP കിട്ടും, നഷ്ടം വരേണ്ടി വരത്തില്ല എന്നുള്ളതാണ്. അതുപോലെ ഓയിൽ സീഡ്സ് ആണെന്നുണ്ടെങ്കിലും 7 തരത്തിലുള്ള ഓയിൽ സീഡ്സ് അതിൽ കവേർഡാണ്. ഗ്രൗണ്ട് നട്ട്, മസ്റ്റാർഡ്, സോയാബീൻ, സൺഫ്ലവർ എക്സെട്ര കവേർഡാണ്. കൊമേഴ്ഷ്യൽ ക്രോപ്സിൻ്റെ കാര്യത്തിൽ കോട്ടൺ, ജൂട്ട് ആൻഡ് കൊപ്ര, ഇത്രയും ഇതിനകത്ത് പിന്നെ കവേർഡാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കൊമേഴ്ഷ്യൽ ക്രോപ്പിലും. പിന്നെ വരുന്നത് ഷുഗർ കെയിൻ്റെ കാര്യത്തിൽ അത് MSP അല്ല, അതിന് പകരം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ട് വഴിയുള്ള ഒരു സംരക്ഷണമാണ് ആർക്ക് കൊടുത്തിരിക്കുന്നത്? ഷുഗർ കെയിന് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ദിസ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഷുഗർ കെയിൻ എന്ന് പറയുന്നൊരു ക്രോപ്പിനെ പറ്റി നമ്മൾ പഠിച്ചപ്പോൾ ഈ കാര്യം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായി കേട്ടോ. സോ ദിസ് ഈസ് അബൌട്ട് ദി MSP റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകൾ. ഓർത്ത് വെച്ചേക്കുക. 22 ക്രോപ്പുകൾക്കാണ് നിലവിൽ എന്ത് കൊടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. എന്താ പറയുക, MSP കൊടുക്കുന്നത് മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ്. ഇനി നിലവിലെ ഡേറ്റ മാർക്കറ്റ് സീസൺ 2025, 26, 26, 27 വെച്ചിട്ടുള്ളൊരു റീസെൻറ്റ് ഡേറ്റ നോക്കിയാൽ the latest update reflects a strategic push towards pulses and oil seeds to reduce import dependency. പൾസസിൻ്റെയും ഓയിൽ സീഡ്സിൻ്റെയും ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു മേഖലയിൽ ഒരു സ്ട്രാറ്റജിക് പുഷ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ റീസെൻ്റ്ലി MSPക്ക് ഹൈക്കുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. The wheat increased to 2,585. മാർക്കറ്റിംഗ് സീസൺ 2026-27 കണക്കിൽ വീറ്റിൻ്റെ MSP 2,575 രൂപയായിട്ടാണ് മാറ്റിയിരിക്കുന്നത് എന്നുള്ളത്, ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. പാഡി ആണെങ്കിൽ ഇറ്റ് ഇസ് എ ഫിക്സഡ് അറ്റ് 2,369, 2,369 എന്ന രീതിയിൽ പാഡിക്ക് ഫിക്സഡ് ആയിരിക്കുന്നു. ഇത് 2025-26 മാർക്കറ്റിംഗ് സീസണിലെ ലേറ്റസ്റ്റ് വാല്യൂവിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നത്, നമ്മൾ കണ്ടതാണ്. ഈ ഒരു ചോദ്യം PS ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? 2008-09 വാല്യൂ തന്നിരുന്നു, പക്ഷേ 23-24 വാല്യൂ എത്ര എന്നുള്ളത് കണ്ടെത്താനുള്ളൊരു ചോദ്യം ഓൾറെഡി PS ചോദിച്ചു, അതുപോലും എടുത്ത് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ഫാക്ട് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഓരോ ക്രോപ്പിൻ്റെയും ഈ പറയുന്ന MSP വാല്യൂസ് ഒന്നും നമ്മൾ അല്ലെങ്കിൽ പഠിക്കാറൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ലെൻറ്റിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ഹൈക്കാണ്. 7,000 രൂപയാണ് ലെൻറ്റിലിൻ്റെ കാര്യത്തിൽ കിൻഡലിന് റേറ്റ് ആയിട്ട് വരുന്നത്. ഇതെല്ലാം ക്വിൻ്റലിനാണ് കേട്ടോ, 100 കിലോഗ്രാമാണ് കേട്ടോ. 1000 കിലോഗ്രാം, ഒരു ടണ്ണെന്ന് പറയുന്നത് 1000 കിലോഗ്രാമാണിത്. കിൻഡൽ എന്ന് പറയുമ്പോൾ 100 കിലോഗ്രാമിൻ്റെ കാര്യമാണ് നമ്മൾ കണക്ക് കൂട്ടുക എന്നുള്ളതാണ്. റേപ്പ് സീഡ് ആൻഡ് മസ്റ്റാർഡിന് 6,200 രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ പ്രധാനമായിട്ടും ചോദിക്കുകയാണെങ്കിൽ അത് വീറ്റും ചോദിക്കാനുള്ള സാധ്യതയുള്ളൂ. അല്ലാത്ത ക്രോപ്പിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഇങ്ങനെ സാധ്യത കുറവാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് കുറച്ച് പേരുടെ മാത്രം റേപ്പ് സീഡ് ആൻഡ് മസ്റ്റാർഡ് 6,200, അതുപോലെ ലെൻറ്റിൽ, പാഡി, വീറ്റ് എന്നിവയുടെ റേറ്റാണ്, പെർ കിൻഡൽ റേറ്റുകളാണ് നമ്മളിവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലാക്കിയിരിക്കുക നിലവിലെ മാർക്കറ്റ് ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള വാല്യൂസ്. ഇനി 2026 എമേർജിംഗ് ട്രെൻഡ്സ് നോക്കിയാൽ 100% പ്രൊക്യൂർമെൻറ്റ് ഗ്യാരണ്ടി ടു അച്ചീവ് സെൽഫ് സഫിഷ്യൻസി. ദ ഗവൺമെൻറ് ഹാസ് ലോഞ്ച്ഡ് എ പോർട്ടൽ ഫോർ 100% പ്രൊക്യൂർമെൻറ്റ് ഓഫ് തുർ, ഉറാഡ്, അതുപോലെ മസൂർ ഡയറക്ട്ലി ഫ്രം ഫാമേഴ്സ് അറ്റ് MSP. അതായത് നിങ്ങളുടെ 100% നിങ്ങളുടെ പ്രൊഡ്യൂസ് നമ്മൾ എന്ത് ചെയ്തോളാം, വാങ്ങി സൂക്ഷിച്ചുകൊള്ളാം. ഇതൊക്കെ വാങ്ങുന്ന ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് കേട്ടോ, FCI. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയാണ് ഇവരിൽ നിന്ന് ഇത് വാങ്ങുന്നതും സ്റ്റോർ ചെയ്യുന്നത്, വെയർ ഹൗസ് സ്റ്റോർ ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ഒക്കെ. നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, റേഷൻ ഷോപ്പുകൾ വഴിയും സപ്ലൈകോ വഴിയും ഒക്കെ നമുക്ക് കിട്ടുന്നതെല്ലാം അവർക്ക് എത്തുന്നത് ഈ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ ഫാർമേഴ്സിൽ നിന്ന് നേരിട്ട് ആര് കളക്ട് ചെയ്യും? ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അത് കളക്ട് ചെയ്യുന്ന പറയുന്നത് ഏത് പ്രൈസിൽ? MSPയിൽ കളക്ട് ചെയ്തുകൊള്ളാം 100%. അതുകൊണ്ട് തന്നെ പ്രൊക്യൂർമെൻറ്റ് ഗ്യാരണ്ടി ഓഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിലെ ട്രെൻഡ്. 100% പ്രൊക്യൂർമെൻറ്റ് ഗ്യാരണ്ടിയാണ്. അതായത് നിങ്ങൾ 1000 കിലോ പ്രൊഡ്യൂസ് ചെയ്താലും 10,000 കിലോ പ്രൊഡ്യൂസ് ചെയ്താലും
ഈ അത്രയും കിലോഗ്രാം വരുന്ന നിങ്ങളുടെ പ്രൊഡ്യൂസിനെയും MSP നിരക്കിൽ ആരെടുത്തുകൊള്ളാം, ഗവൺമെൻറ് എടുത്തുകൊള്ളാം എന്നൊരു ഗ്യാരണ്ടി 2026 പറയുന്നുണ്ട്. അതുപോലെ ഡിജിറ്റൈസേഷൻ, ഈ ഒരു മേഖലയിലും ഡിജിറ്റൈസേഷൻ നമ്മൾ PM ആശ സ്കീമിനെ പറ്റിയിട്ടൊക്കെ കേട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. PM ആശ സ്കീമിനെ പറ്റിയൊക്കെ കേട്ടതാണ്. ഈ ഫിസിക്കൽ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഓയിൽസ് ആൻഡ് പൾസസ് ഈസ് ട്രാൻസ്പെറൻറ്റ് ആൻഡ് റീച്ചസ് സ്മോൾ സ്കെയിൽ ഫാമേഴ്സ് വയ ഡിജിറ്റൽ പോർട്ടൽസ്. ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ക്രയവിക്രയങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. മറ്റേ ഇടനിലക്കാർ നിന്നിട്ട് പ്രൈസിൽ വേരിയേഷൻസ് കൊണ്ടുവരുന്ന കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. കൃത്യമായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മാർക്കറ്റ് അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് PM ആശ എന്ന് പറയുന്നൊരു സ്കീം കൊണ്ടുവന്നതിനെ പറ്റി ഓൾറെഡി നമ്മൾ കാണുകയും ചെയ്തതാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ FRPയും MSPയും തമ്മിലൊരു താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ. എന്നാലും ജസ്റ്റ് ഒരു താരതമ്യം നമ്മളിവിടെ കൊണ്ടുവന്നേക്കുന്നതാണ് മിനിമം സപ്പോർട്ട് പ്രൈസിൻ്റെയും ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസിൻ്റെയും കാര്യത്തിൽ. ഈ MSP എന്ന് പറയുന്നത് 22 മാൻഡേറ്റഡ് ക്രോപ്സ് നമ്മൾ സൂചിപ്പിച്ച സെറിയൽസ്, പൾസസ്, ഓയിൽ സീഡ്സ്, കോട്ടൺ, ജൂട്ട്, കൊപ്ര എന്നൊക്കെ പറയുന്ന മാതിരി 20 അത് കൊമേഴ്ഷ്യൽ ക്രോപ്സ് ഉൾപ്പെടെയുള്ള ക്രോപ്സ്. അപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് നമ്മൾ കൊമേഴ്ഷ്യൽ ക്രോപ്സ് ആയിട്ടുള്ള കോട്ടനെയും ജൂട്ടിനെയും കൊപ്രേനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ എങ്ങാനും ചോദ്യം വരാം, കൊമേഴ്ഷ്യൽ ക്രോപ്സിന് MSP കിട്ടത്തില്ല എന്നൊക്കെയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ തെറ്റാണ്. പരുത്തി കൃഷി ചെയ്താലും നിങ്ങൾക്ക് MSP കിട്ടും, ജൂട്ട് ചണം കൃഷി ചെയ്താലും നിങ്ങൾക്ക് MSP കിട്ടും അല്ലേ. അപ്പോൾ MSP എന്നുള്ളത് കൊമേഴ്ഷ്യൽ ക്രോപ്സിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നൊന്നുമില്ല. കൊമേഴ്ഷ്യൽ ക്രോപ്സിലും MSP അതിനകത്ത് ഇൻക്ലൂഡഡ് ആണെന്ന് പറയാൻ പറ്റും. FRP വരുമ്പോൾ ഷുഗർ കെയിന് വേണ്ടി മാത്രമുള്ളൊരു സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻ്റ് ആണ്. അത് ഷുഗർ മിൽ ഓണേഴ്സിന് ബൈൻഡിങ് ആണ്, അത് സ്റ്റാറ്റ്യൂട്ടാണ്, അതായത് നിയമപരമായിട്ട് വന്നിരിക്കുന്നൊരു റിക്വയർമെൻ്റ് ആണെന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ആണെന്നുള്ളത് കൊണ്ടാണ് നമ്മളിതിനൊരു സ്റ്റാറ്റ്യൂട്ടറി സപ്പോർട്ട് സ്കീം എന്ന രീതിയിൽ അതിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സ്റ്റാറ്റ്യൂട്ടാണ്. സ്റ്റാറ്റ്യൂട്ട് മീൻസ് നിയമം വഴി സ്ഥാപിതമാവുന്നതാണ്. സോ ദിസ് ഇസ് ബൈൻഡിങ് ഓൺ ദി മിൽ ഓണേഴ്സ്. ഈ പറയുന്ന ഈ FRP എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ടാകണം, അത് നിർബന്ധമാണ് എന്നുള്ളതാണ്. പക്ഷേ MSPയുടെ കാര്യത്തിൽ ഇതൊരു പോളിസി മാത്രമാണല്ല. MSP മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്ന ഒരു നിയമമല്ല, അതൊരു പോളിസിയാണ്, അല്ലെങ്കിൽ ഒരു അജണ്ടയാണ്, ഒരു ആക്ഷനാണ്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിയമപരമായിട്ടുള്ള സാധുത, നിയമപരമായിട്ട് അത് നടത്തിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം. ലീഗലി ബൈൻഡിങ് ഒന്നും അല്ല, പക്ഷേ അത് ഗവൺമെൻറ്റാണത് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ പ്രൈവറ്റ് ആയിട്ടുള്ള ട്രേഡേഴ്സ് പോയി ഈ പറയുന്നത് വാങ്ങുമ്പോൾ MSP കൊടുത്തേ വാങ്ങാവുന്ന നിർബന്ധമൊന്നും ഇവർക്കില്ല. ഇവർക്ക് വേണമെങ്കിൽ അതിലും താഴ്ത്ത് വാങ്ങാൻ പറ്റും. പക്ഷേ ആ വാങ്ങുന്ന തുകയ്ക്ക് പുറമേ ഉള്ള അഡീഷണൽ എമൗണ്ട് ഗവൺമെൻറ്റാണ് ബെയർ ചെയ്യേണ്ടി വരിക എന്നുള്ളതൊക്കെയാണ് വാസ്തവം. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ലീഗൽ ബുദ്ധിമുട്ട് ആർക്ക് വരത്തില്ല. പിന്നെ MSPയുടെ കാര്യത്തിൽ വരത്തില്ല, പക്ഷേ FRPയുടെ കാര്യത്തിൽ അത് വരുന്നുണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. ഇനി MSP ആരാ കൊടുക്കുന്നത്? പ്രൈമർലി ഇത് ഗവൺമെൻറ് ആണ് അല്ലേ. FCI ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വഴി ഗവൺമെൻറ്റാണ് അത് കൊടുക്കുക, ഈ പറയുന്ന MSP മിനിമം സപ്പോർട്ട് പ്രൈസ് പേ ചെയ്യുന്നത്. എന്നാൽ FRP ആകുമ്പോൾ അത് ഷുഗർ മിൽ ഓണേഴ്സാണ് കൊടുക്കുന്നത്. ലെജിസ്ലേഷൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ലോ ഇല്ല. നമ്മൾ പറഞ്ഞു ഷുഗർ കെയിൻ കൺട്രോൾ ഓർഡർ 1966 ഗവൺമെൻറ് ഒരു ഓർഡർ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ഒരു ഓർഡർ പ്രകാരമാണ്, ഷുഗർ കെയിൻ കൺട്രോൾ ഓർഡർ ഓഫ് 1966 പ്രകാരം FRPനെ ഗവേൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പ്രൈസ് ബേസിസ് എന്ന് പറയുന്നത് നമ്മളിവിടെ സൂചിപ്പിച്ചതാണ്. MSP എന്ന് പറയുമ്പോൾ ചുരുങ്ങിയത് ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ 1.5 ടൈംസ് ഉണ്ടാവണമെന്ന് 2018 ശേഷം നമ്മൾ നിർണ്ണയിച്ചിട്ടുള്ളതാണ് MSPയുടെ ഫോർമുല. ബട്ട് മറ്റതിനകത്ത് അതില്ല. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് എ ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് ആൻഡ് റിക്കവറി റേറ്റ് ഓഫ് ഷുഗർ അല്ലേ. ഒരു ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റിനോടൊപ്പം ആഡ് ചെയ്തിട്ടുണ്ടാവുക എന്നേ ഉള്ളൂ. അതിന് കൃത്യമായ എന്ന എമൗണ്ടോ അതിനൊരു ഫോർമുലയോ ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? റൈറ്റ്. അതാണ് അപ്പോൾ മിനിമം സപ്പോർട്ട് പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കേണ്ട കാര്യം. MSPയുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ച എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് കിട്ടുമെന്നുള്ള കാര്യത്തിന് എനിക്ക് സംശയമൊന്നുമില്ല. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി അതർ വൺ. ICAR നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, വളരെ പ്രസിദ്ധമാണ്. ICAR എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏജൻസിയാണ് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം. ICAR ആരാണ്? ICAR ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് എന്ന് പറയുന്നതാണ് ICAR, ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ പില്ലർ ഫോർ ദി അഗ്രികൾച്ചറൽ സെക്ടർ. 1929 ജൂലൈ 16 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് എൻ ഓട്ടോണമസ് ഓർഗനൈസേഷൻ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ടൈപ്പിലുള്ള ഓർഗനൈസേഷൻ ആണെന്ന് പോലും സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. ചിലപ്പോൾ തരും ഇറ്റ് ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി അണ്ടർ ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ എന്നൊക്കെ തന്നാൽ അത് തെറ്റാണ്. ഇറ്റ് ഇസ് എൻ അതായത് നമുക്ക് നോക്കാം. ഇറ്റ് ഇസ് എൻ ഓട്ടോണമസ് ഓർഗനൈസേഷൻ അണ്ടർ അല്ലെങ്കിൽ നോൺ ഓട്ടോണമസ് എന്ന് തരും. സ്റ്റാറ്റ്യൂട്ടറി അത് വിട്, അത് വേറെ കാറ്റഗറിയാണ്. എന്നാൽ ചിലപ്പോൾ നോൺ ഓട്ടോണമസ് ബോഡി എന്നൊക്കെ പറഞ്ഞ് തരാം. അങ്ങനെയാണെങ്കിൽ തെറ്റാണ്. ഇപ്പോൾ ഓട്ടോണമസ് ബോഡിയാണ്. ഇറ്റ്സ് എൻ ഓട്ടോണമസ് ഓർഗനൈസേഷൻ അണ്ടർ ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. DARE ഇതാണ് DARE, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ. അപ്പോൾ 1929 1929 ഇൻ ദി പീരീഡ് ഓഫ് ബ്രിട്ടീഷ് റെയിൻ അല്ലേ,
ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരണം നടത്തിക്കൊണ്ടിരുന്ന അതേ സാഹചര്യത്തിൽ നിലവിൽ വന്നതാണ്. 1929 ബിഫോർ ഇൻഡിപെൻഡൻസ് സ്റ്റാർട്ടഡ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ലാർജസ്റ്റ് നാഷണൽ അഗ്രികൾച്ചറൽ സിസ്റ്റംസ് ഇൻ ദ വേൾഡ്. ഒരു സംശയം വേണ്ട, ഇന്ത്യ വൺ ഓഫ് ദി ലാർജസ്റ്റ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിങ് കൺട്രിയാണ് ലോകത്തിൽ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തൊഴിലെടുക്കുന്ന അഗ്രികൾച്ചറൽ സെക്ടറുള്ള ഒരു മേഖലയും ഇന്ത്യയാണെന്നുള്ള രാജ്യവും ഇന്ത്യയാണെന്നുള്ളതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വൺ ഓഫ് ദി ബിഗസ്റ്റ് ഇൻ ദി വേൾഡ്. It coordinates a massive network of 113 ICAR institutes and 79 agricultural universities across India. നമ്മുടെ തിരുവനന്തപുരത്ത് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഉണ്ടെന്നൊക്കെ പറയണ മാതിരി പലയിടങ്ങളിലും അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റീസും അതുപോലെ അഗ്രികൾച്ചറൽ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളും സ്ഥാപിതമാണ് ICARൻ്റെ കീഴിൽ. അതിൻ്റെ നമ്പേഴ്സാണ് 113 ഇൻസ്റ്റിറ്റ്യൂട്ടുകളും 74 യൂണിവേഴ്സിറ്റീസും ഉണ്ടെന്നുള്ളത്. The Union Minister of Agriculture serves as the ex officio president of the ICAR. Indian Council of Agricultural Researchൻ്റെ ex officio president ആര് തന്നെയാണ്? The Union Minister of Agriculture. കൃഷി മന്ത്രി ആരോ അദ്ദേഹം തന്നെയാണ് ICARൻ്റെ പ്രസിഡൻ്റായിട്ട് എക്സ് ഒഫീഷ്യോ പ്രസിഡൻ്റായിട്ടും വരിക. ഹെഡ് ക്വാർട്ടേഴ്സ് സ്വാഭാവികമായിട്ടും ന്യൂഡൽഹിയിൽ തന്നെയാണ് പിന്നെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. ഇതിൻ്റെ കോർ മാൻഡേറ്റ് നോക്കാം. ദ 4 പില്ലേഴ്സ്, അതായത് 4 പ്രധാനപ്പെട്ട കാറ്റഗറികളിലായിട്ടാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട മാൻഡേറ്റ് നിൽക്കുന്നത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ICARൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് പ്രധാനമായ 4 കാറ്റഗറിയിലായിട്ടാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ആ 4 കാറ്റഗറീസ് ആരൊക്കെയാണെന്ന് നോക്കാം. 1 റിസർച്ചാണ് അല്ലേ, 2 എഡ്യൂക്കേഷൻ, 3 എക്സ്റ്റൻഷൻ, 4 പോളിസി അഡ്വൈസ്. ഏതൊക്കെയാണ് 4 റിസർച്ച്, എഡ്യൂക്കേഷൻ, എക്സ്റ്റൻഷൻ ആൻഡ് പോളിസി അഡ്വൈസ്. റിസർച്ചിൽ എന്താ ചെയ്യുക? സ്വാഭാവികം പ്ലാനിങ് ആൻഡ് പ്രൊമോട്ടിംഗ് റിസർച്ച് ഇൻ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫിഷറീസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി അല്ലെങ്കിൽ അനിമൽ സയൻസസ്. കൃഷി എന്ന് പറയുമ്പോൾ അത് കേവലം ഈ പച്ചിലകളുടെ കൃഷി മാത്രമല്ല, അതിനകത്ത് കാറ്റിൽ റെയറിങ് ഉണ്ടാവും, അതിനകത്ത് ഫിഷറീസ് ഉണ്ടാവും, അതിനകത്ത് പൗൾട്രി ഉണ്ടാവും, ആൻഡ് ലോട്ട് ഓഫ് ദീസ് തിങ്സ് വിൽ ഹാപ്പൻ. അപ്പോൾ ഇതെല്ലാം കാർഷിക മേഖലയിൽ തന്നെയാണ് വരിക. അപ്പോൾ ഈ മേഖലകളിൽ റിസർച്ച് പ്രൊമോട്ട് ചെയ്യുക, പ്ലാനിങ് പ്രൊമോട്ട് ചെയ്യുകയാണ് ആദ്യത്തെ പില്ലറായ റിസർച്ച് ചെയ്യുക. സ്വാഭാവികം. 2 എഡ്യൂക്കേഷൻ, മെയിൻറ്റെയിനിങ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഹയർ അഗ്രികൾച്ചറൽ എഡ്യൂക്കേഷൻ ആൻഡ് കണ്ടക്ടിങ് നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാംസ് ലൈക്ക് CUET, ICAR. നമ്മുടെ CUET എക്സാം ഉണ്ട് ICARൻ്റെ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിലേക്ക് വേണ്ടിയിട്ട് എക്സാമുകൾ നടത്താറുണ്ട്, ഒരു ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് അഗ്രികൾച്ചറൽ എഡ്യൂക്കേഷൻ നമ്മുടെ നാട്ടിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ലാബ് ടു ലാൻഡ്, ട്രാൻസ്ഫറിങ് ന്യൂ ടെക്നോളജീസ് ടു ഫാമേഴ്സ് ത്രൂ കൃഷി വിജ്ഞാൻ കേന്ദ്രാസ് അല്ലേ. കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇങ്ങനെ കൃഷി വിജ്ഞാൻ കേന്ദ്രാസ് എന്നുള്ളത്. അത് കൃഷി വകുപ്പിൻ്റെ തന്നെ കീഴിലുള്ളൊരു ഒരു പദ്ധതിയാണ് കൃഷി വിജ്ഞാൻ കേന്ദ്രങ്ങൾ. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന നൂതന സാങ്കേതിക വിദ്യകളും ഡെവലപ്മെൻറ്റുകളും മറ്റും കർഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ് കൃഷി വിജ്ഞാൻ കേന്ദ്രം. കൃഷിയെ പറ്റിയിട്ടുള്ള വിജ്ഞാനം പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്ന സംവിധാനങ്ങൾ. അപ്പോൾ ആ സംവിധാനങ്ങൾ വഴി പുതിയ സാങ്കേതിക വിദ്യകൾ ഈ ഒരു മേഖലയിൽ ഉണ്ടാകുന്നതിനെ കർഷകരിലേക്ക് എത്തിക്കുക. അതാണ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്, ലാബ് ടു ലാൻഡ്. നമ്മളിവിടെ റിസർച്ച് വഴിയും എഡ്യൂക്കേഷൻ വഴിയും ഒക്കെ കണ്ടെത്തുന്ന പലതര ഔട്ട്പുട്ടുകളും ബെനിഫിറ്റ്സും അത് ലാബിൽ നിന്നതുകൊണ്ട് കാര്യമായില്ല, അത് ലാൻഡിലേക്ക് എത്തിയാലേ കാര്യമുള്ളൂ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ആ ലാബിൽ നിന്ന് അതിനെ ലാൻഡിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സാണ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഒരു പില്ലർ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് പോളിസി അഡ്വൈസ് ആണ്. ബിക്കോസ് ഇറ്റ് ഹാസ് ടു ഗൈഡ് ദി ഗവൺമെൻറ് ഓൺ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ക്ലൈമറ്റ് റെസിലിയൻറ്റ് ഫാമിംഗ് പ്രാക്ടീസസ്. ഗവൺമെൻറ്റാണ് പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിന് അഡ്വൈസ് ചെയ്യുക. ദർ ഇസ് എൻ അഡ്വൈസറി റോൾ ഫോർ ദിസ് ബോഡി. അബ്സല്യൂട്ട്ലി യെസ്. കാർഷിക മേഖലയിൽ ഇവരാണ് എന്താ പറയുക കേന്ദ്രമായി റിസർച്ചും ഡെവലപ്മെൻറ്റും നടത്തുന്ന ഏജൻസി എന്നുള്ളതുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ എന്ത് തരത്തിലുള്ള പോളിസികൾ ഫോർമുലേറ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട്, വരാനിരിക്കുന്ന ക്ലൈമറ്റ് റെസിലിയൻസിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഫുഡ് സെക്യൂരിറ്റി ഭക്ഷ്യസുരക്ഷയ്ക്ക് എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നതിനെ പറ്റിയിട്ടൊക്കെയുള്ള നയങ്ങൾ രൂപീകരിക്കുന്നതിന് ഗവൺമെൻറ്റിനെ അഡ്വൈസ് ചെയ്യുക എന്ന് പറയുന്നൊരു റോളും ICARന് ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കാം. യെസ്. Then comes the National Agricultural Research Education and Extension System. The NARES is a unique and complex system of organization and relationships in which public agricultural research institutions and universities are networked with farmers and farming organizations, policy makers, state governments, international agricultural organizations, seeds and agribusiness companies, agri-tech startup, funding institution and others. അതായത് ഈ നാരീസ് എന്ന് പറയുന്നത് നാഷണൽ അഗ്രികൾച്ചറൽ റിസർച്ച് എഡ്യൂക്കേഷൻ ആൻഡ് എക്സ്റ്റൻഷൻ സിസ്റ്റം എന്ന പേരിൽ തന്നെയുണ്ട്. സോ ദിസ് ഈസ് എ കോംപ്ലെക്സ് സിസ്റ്റം. ഇതെന്ത് സിസ്റ്റം? ഇതൊരു കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലെക്സ് സിസ്റ്റമാണ്. വൈ ഹാസ് ഇറ്റ് ബിക്കം കോംപ്ലെക്സ്? ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് പാർട്ടിസിപ്പൻസ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒരുപാടുണ്ട് ഈ ഒരു മേഖലയിൽ. അതായത്
ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ലോട്ട് ഓഫ് എൻറ്റിറ്റീസ്. പലതും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. എന്തൊക്കെ തമ്മിൽ? ഒന്ന് അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിലുള്ള അതായത് പരസ്പരം റിലേഷൻസിൽ വരുന്ന ആൾക്കാരാണല്ലോ അഗ്രികൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട്, യൂണിവേഴ്സിറ്റികൾ, റിസർച്ച് സ്ഥാപനങ്ങൾ, പോളിസി മേക്കേഴ്സ്, ഫാമിംഗ് ഓർഗനൈസേഷൻസ്, ഫാമേഴ്സ്, അഗ്രോ ബിസിനസ് ചെയ്യുന്ന കമ്പനികൾ, ഇൻ്റർനാഷണൽ അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻസ്, സ്റ്റാർട്ടപ്പുകൾ, ഇപ്പോൾ അഗ്രി ടെക് സ്റ്റാർട്ടപ്പുകൾ, ഫണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നിവ എല്ലാവരെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കണക്റ്റഡ് നെറ്റ്വർക്കാണ് നാരീസ് എന്ന് പറയുന്നത്. The ICAR is the nucleus of the network that brings these diverse entities together into an integrated system that addresses common national and global goals of food and health security, livelihood security, and agricultural and ecological sustainability through research, education and extension. ഒന്നുമില്ല, ഈ നാരീസ് എന്ന് പറയുന്നത് ഇത്രയും പേരുടെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു കോമ്പിനേഷനാണ്, അല്ലെങ്കിൽ ഒരു ഇൻറ്റഗ്രേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. സോ ഹൂ ഈസ് പ്ലേയിങ് എ കീ റോൾ ഇൻ ഇൻറ്റഗ്രേറ്റിംഗ് ദീസ് തിങ്സ്? ഇവരെല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരുന്നതിൻ്റെ പ്രധാന റോൾ വഹിക്കുന്ന ബോഡി എന്ന് പറയുന്നത് ദ ന്യൂക്ലിയസ് ഓഫ് ദിസ് നാരീസ് വിൽ ബി ICAR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് വിൽ ബി ദി ന്യൂക്ലിയസ് ഫോർ ദിസ് നാരീസ്. അപ്പോൾ നാരീസിൻ്റെ ന്യൂക്ലിയസ് ആയിരുന്നു ചോദിച്ചത് ICAR ആണ്. അത്രയും നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. Narees of India is one of the largest in the world, admitting more than 28,000 students at UG level, over 17,500 students at master's and doctoral level annually in different disciplines of agricultural and allied sectors. Narees ലോകത്തിൽ തന്നെ ഏറ്റവും വലുപ്പമേറിയ ഒരു ഈ അഗ്രികൾച്ചറൽ ഗ്രൂപ്പിംഗ് സിസ്റ്റം ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 28,000 സ്റ്റുഡൻസും 17,500 മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡോക്ടറേറ്റ് സ്റ്റുഡൻസും ഒക്കെയാണ് ഈ ഒരു നാരീസിൻ്റെ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും യൂണിവേഴ്സിറ്റിയുടെയും ഭാഗമായിട്ട് രംഗപ്രവേശനം ചെയ്യുന്നത് എന്നുള്ളതാണ്. വിച്ച് ഇസ് പാർട്ട് ഓഫ് ദിസ് നെറ്റ്വർക്ക്, വിച്ച് ഇസ് അഗെയിൻ പാർട്ട് ഓഫ് ദിസ് നെറ്റ്വർക്ക് എന്നുള്ളതാണ്. ദ രാഷ്ട്രീയ കൃഷി വിജ്ഞാൻ പുരസ്കാർ ഷോൾ ബി ദി ഹയസ്റ്റ് റെക്കഗ്നിഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ, എക്സ്റ്റൻഷൻ ആൻഡ് അലൈഡ് സയൻസസ് ഇൻ ദി കൺട്രി. നമ്മുടെ നാട്ടിൽ ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന മേഖലകളിൽ ഹയസ്റ്റ് റെക്കഗ്നിഷൻ, ഏറ്റവും ഉന്നതമായ അംഗീകാരം എന്ന് പറയുന്നതാണ് രാഷ്ട്രീയ കൃഷി വിജ്ഞാൻ പുരസ്കാർ, RKVP എന്ന് പറയുന്നത്. രാഷ്ട്രീയ കൃഷി വിജ്ഞാൻ പുരസ്കാർ എന്ന് പറയുന്നത്. ദി അവാർഡ് ഷോൾ ബി ഗിവൺ ആനുവലി ഇൻ ദി ഫോളോയിങ് 5 കാറ്റഗറീസ്. എല്ലാ വർഷവും ഈ അവാർഡ് പ്രഖ്യാപിക്കാറുണ്ട്, ഈ രാഷ്ട്രീയ കൃഷി വിജ്ഞാൻ പുരസ്കാരം. രാഷ്ട്രീയ കൃഷി വിജ്ഞാൻ പുരസ്കാരം, ഇപ്പോൾ ആരെങ്കിലും ഞാൻ രാഷ്ട്രീയ കൃഷി വിജ്ഞാൻ പുരസ്കാര ജേതാവാണെന്ന് പറയുമ്പോൾ അവരെ ബഹുമാനിക്കേണ്ടതുണ്ട്. കാർഷിക മേഖലയിൽ എന്തോ അഗ്രഗണ്യമായിട്ടുള്ളൊരു സംഭാവന ചെയ്തതിനാണ് അവർക്ക് ആ പുരസ്കാരം കൊടുത്തിരിക്കുന്നത്. ഇനി എന്തൊക്കെ 5 കാറ്റഗറിയിലാണ് ഈ അവാർഡ് പ്രഖ്യാപനം നടക്കുന്നതെന്ന് വെച്ചാൽ, ഒന്ന് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ഇൻ ദ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ, സ്വാഭാവികം, നൂതനമായ എന്തെങ്കിലും കണ്ടെത്തലോ മാറ്റമോ ഈ പറയുന്ന മേഖലയിൽ കൊണ്ടുവരുന്നതിന്. 2, അതായത് ടു റെക്കഗ്നൈസ് അഗ്രികൾച്ചറൽ സയൻറ്റിസ്റ്റ്സ് ആൻഡ് റിസർച്ചേഴ്സ് ഹു ഹാവ് ഡെവലപ്ഡ് ഇമ്പാക്റ്റ് മേക്കിംഗ് ഇന്നോവേഷൻസ് ആൻഡ് ടെക്നോളജീസ്. അതാണ് ഒന്നാമത്തെ സെക്ടർ എന്ന് പറയുന്നത്, ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ഐഡൻറ്റിഫൈ ആയിട്ടുള്ള. 2, റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സയൻസസ്. അതായത് എഗെയിൻ അഗ്രികൾച്ചറൽ സെക്ടറിനകത്ത് പുതിയ ഇന്നോവേഷൻസിന് പകരം പുതിയ അഗ്രികൾച്ചറൽ ഫീൽഡ് ഡയറക്റ്റ് ആയിട്ടുള്ള എന്താ പറയുക റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, പുതിയ വിത്തിനങ്ങൾ, മൈക്രോബയോളജി ഉപയോഗിച്ചിട്ടുള്ള പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടോ സലൈൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വിത്തിനങ്ങളൊക്കെ പോലുള്ള ഡെവലപ്മെൻറ്റുകൾ വരുന്നതിന് അത് 2ാമത്തെ കാറ്റഗറി. ഒന്നും രണ്ടും ഏകദേശം ഒരുപോലെ ഇരിക്കും. 3, ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻ്റർ ഡിസിപ്ലിനറി ടീം റിസർച്ച് ഇൻ അഗ്രികൾച്ചർ എഡ്യൂക്കേഷൻ, എക്സ്റ്റൻഷൻ ആൻഡ് അലൈഡ് സയൻസസ്. ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ടീം റിസർച്ച്, അതായത് കാർഷികം മാത്രമല്ലാണ്ട് മറ്റേതെങ്കിലും സയൻസുമായിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശാഖയുമായി അഗ്രികൾച്ചറിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ളൊരു പഠനത്തിനും വികസനത്തിനും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ നെറ്റ്വർക്കിങ്ങും അഗ്രികൾച്ചറും തമ്മിലെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഇറിഗേഷൻ സംവിധാനങ്ങളിലൊക്കെ സെൻസറുകൾ ഉപയോഗിച്ചൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ ഇൻ്റർ ഡിസിപ്ലിനറി, അതിനകത്ത് അഗ്രികൾച്ചറൽ റിസർച്ച് മാത്രമല്ല, പകരം ഇലക്ട്രോണിക്സും കയറി വരുന്നുണ്ട്. അതുപോലുള്ള കണ്ടീഷൻസിനെയാണ് ഉദ്ദേശിച്ചത് 3ാമത്തെ ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ ഔട്ട്സ്റ്റാൻഡിംഗ് വിമൻ സയൻറ്റിസ്റ്റ് ഇൻ അഗ്രികൾച്ചർ, പ്രത്യേകിച്ച് നാരീശക്തി കാർഷിക മേഖലയിൽ പ്രകടമായിരിക്കുന്നതിന് ഉള്ള ഒരു റെക്കഗ്നിഷൻ. 5 വരുന്നത് യങ് സയൻറ്റിസ്റ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് അലൈഡ് സയൻസസ്, യുവ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള പുരസ്കാരം എന്ന രീതിയിലും റെക്കഗ്നൈസ് ചെയ്യാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് 5 പ്രധാനപ്പെട്ട ഏരിയാസ്. അറിഞ്ഞിരുന്നാൽ മതി. നമ്മുടെ രാഷ്ട്രീയ കൃഷി വിജ്ഞാൻ പുരസ്കാർ, രാഷ്ട്രീയ കൃഷി വിജ്ഞാൻ പുരസ്കാർ എന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള കാർഷിക മേഖലയിലെ കോൺട്രിബ്യൂഷൻ സംഭാവനകൾക്കായി നൽകുന്ന ഒരു പുരസ്കാരം. ആ പുരസ്കാരം നൽകുന്നതിൻ്റെ 5 പ്രധാനപ്പെട്ട ക്രൈറ്റീരിയാസിനെയാണ് നമ്മളിവിടെ സൂചിപ്പിച്ചതെന്നും അറിഞ്ഞിരിക്കാനായിട്ട് ശ്രമിക്കുക. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ എന്തിനാണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ ആവശ്യകത എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ ചെറിയ പാടങ്ങളിലെ കൃഷി അല്ല ഇവിടെ
കാര്യമായി ഇന്ത്യയിലേക്കുള്ള ഇൻകമോ ഇന്ത്യയിലെ ഭക്ഷ്യ സുരക്ഷയോ ഉറപ്പാക്കുന്ന കാർഷിക മേഖല എന്ന് പറയുന്നത് വലിയ വലിയ പാടങ്ങളിൽ ഏക്കർ കണക്കിന് ഹെക്ടർ കണക്കിന് പാടങ്ങളിൽ വലിയ തോതിൽ കൃഷി ഇറക്കുന്നവയാണ്. അപ്പോൾ വലിയ തോതിൽ കൃഷി ഇറക്കുക 10-15 ഏക്കറിൽ കൃഷി ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ആ കൃഷി ചെയ്യുന്നതിന് വേണ്ടി വാങ്ങേണ്ട വിത്ത്, അതിന് വേണ്ടിയിട്ടുള്ള വളം, നിലം റെഡിയാക്കുന്നത് എന്നിവയെല്ലാം ഹൈലി എക്സ്പെൻസീവ് ആണ്. ഇത്രയും വലിയ ഏരിയ ആയതുകൊണ്ട് നമ്മൾ ഒരു ദിവസം ഒരു 10 സെൻറ്റ് ഭൂമി വൃത്തിയാക്കാനായിട്ട് ഒരാളെ വിളിച്ചാൽ പോലും അദ്ദേഹത്തിന് 1000 രൂപ കൊടുക്കണം. 10 സെൻറ്റ് ഭൂമി ഇപ്പോൾ 1 ഏക്കർ ആകുമ്പോൾ അവിടെ തന്നെ 10,000 രൂപയായി. അപ്പോൾ ഒരു 10 ഏക്കറായപ്പോൾ 1 ലക്ഷം രൂപ നിലം റെഡിയാക്കുന്നതിന് മാത്രം ചിലവായി ആലോചിച്ചു. അപ്പോൾ 10 ഏക്കർ ഭൂമി നിലമൊന്ന് ഒരുക്കിയെടുക്കുന്നതിന് 1 ലക്ഷം രൂപയുടെ ചിലവുണ്ട്. ഈ 1 ഏക്കർ 10 ഏക്കർ ഭൂമിയിലേക്ക് വേണ്ടിയിട്ട് വിത്ത് വാങ്ങണമെന്നുണ്ടെങ്കിൽ 1 ഏക്കറിലേക്കുള്ള വിത്തിന് 1000 രൂപ ചിലവാണെങ്കിൽ 10 ഏക്കറിലേക്കുള്ള വിത്തിന് 10,000 രൂപ ചിലവ്. ഞാനൊരു ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതാണ്. അവിടെ കീടങ്ങൾ പെട്ടെന്ന് വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നടിക്കുന്നതിന് 1 ഏക്കറിൽ മരുന്നടിക്കുന്നതിന് 2000 രൂപ ചിലവുണ്ടെങ്കിൽ 10 ഏക്കറിന് 20,000 രൂപ ചിലവായി. ഇനി ഈ വിത്ത് വിതയ്ക്കുന്നതിനായിട്ട് ഒരാളെ പണിക്ക് 10 ഏക്കറിലേക്ക് വിത്ത് വിതപ്പ് ഏകദേശം 10 ഏക്കറിലും ഒരേ സമയത്ത് വിത്ത് വിതയ്ക്കണമല്ലോ. അല്ലാതെ ഞാൻ ഒരിടത്ത് തുടങ്ങി അടുത്ത മാസം 10ാമത്തെ ഏക്കർ തീർന്നാൽ പോരാ അല്ലേ? ഒരേ സമയം നടക്കണം. അപ്പോൾ 10 പേരെ ഞാൻ ജോലിക്കെടുത്ത് വിത്ത് വിതയ്ക്കാനായിട്ട് ഓരോ ഏക്കറും അല്ലെങ്കിൽ ഓരോ 10 ഏക്കർ 100 പേരെ ജോലിക്കെടുക്കുന്നു, അല്ലെങ്കിൽ 10 പേരെ ജോലിക്കെടുത്ത് 10 ദിവസം കൊണ്ട് ഈ പരിപാടി തീർക്കുന്നു. 10 പേർക്ക് 1000 രൂപ വെച്ച് 10,000 × 10 1 ലക്ഷം രൂപ അവിടെ പണിക്കൂലി പോയി എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം കൂടെ ഒരു ഇതുവരെ നിലമൊന്ന് റെഡിയാക്കി എടുത്ത സമയത്ത് തന്നെ ഏകദേശം ഒരു 3 ലക്ഷം രൂപയോളം അല്ലെങ്കിൽ 4 ലക്ഷം രൂപയോളം കർഷകന് ചിലവ് വന്നു. ഇനി ഇത് മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. പിന്നെ ഞാറു നടുക അല്ലെങ്കിൽ മറ്റെന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക, അതിന് മരുന്ന് വാങ്ങി മരുന്നടിക്കുക, വളമിടുക, ഇറിഗേഷന് വേണ്ടി വെള്ളം എത്തിക്കുക, അതിനുവേണ്ടി മോട്ടോർ പമ്പ് ചെയ്ത് വെള്ളം എത്തിക്കാൻ കറണ്ട് ചിലവ്, കനാലിൽ നിന്ന് അല്ലാതെ വെള്ളം പൈപ്പ് ലൈൻ വഴിയോ കനാൽ വഴി വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാർജ് കൊടുക്കുക. ഇങ്ങനെ ഒട്ടനവധി ചിലവുണ്ട് കർഷകന് എന്നുള്ളത് ചുരുക്കം. പക്ഷേ ഈ ചിലവെല്ലാം മീറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുന്ന എപ്പോഴാണ്? ഈ പ്രൊഡ്യൂസ് എല്ലാം അവസാനം വിൽക്കുമ്പോഴാണ് മാർക്കറ്റിൽ. ശരിയല്ലേ? അത് ഈ 10 ഏക്കറിലെ കൃഷിയുടെ വിളവിനെല്ലാം എടുത്ത് അദ്ദേഹം മാർക്കറ്റിൽ കൊണ്ട് വിറ്റ് കഴിഞ്ഞ് കിട്ടുന്ന കാശാണ് ഇദ്ദേഹത്തിൻ്റെ റവന്യൂ പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ ആദ്യം ഈ കൃഷി ഇറക്കുന്നതിന് വേണ്ടി ഇത്രയും വലിയ പാടമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ 10 ഏക്കർ ഭൂമിയുണ്ട്, പക്ഷേ ഈ 10 ഏക്കർ ഭൂമിയിൽ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു 10 ലക്ഷം രൂപ വേണം. 10 ഏക്കർ ഭൂമിയിൽ കൃഷി ചെയ്യണമെങ്കിൽ എനിക്കൊരു 10 ലക്ഷം രൂപ വേണം. ആ 10 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ ഇല്ലാത്ത സ്ഥിതി ഞാനങ്ങനെ കൃഷി ചെയ്യും ഇല്ല. അവിടെയാണ് ഈ ക്രെഡിറ്റ് മെക്കാനിസത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. കർഷകർക്ക് ക്രെഡിറ്റ് കൊടുക്കുന്നു, അതായത് ലോൺ കൊടുക്കുന്നു, കാർഷിക ലോണുകൾ കൊടുക്കുന്നു. ആ ലോണുകൾ വഴി കർഷകർ കടമെടുത്ത് കാശെടുത്ത് എന്ത് ചെയ്യുന്നു? കൃഷി ഇറക്കുക. ആ കൃഷി ഇറക്കി ഇത്ര സമയത്തിന് ശേഷം വിളവെടുത്തതിന് ശേഷം ആ എമൗണ്ട് തിരിച്ചടച്ചാൽ മതി. നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് തിരിച്ചടയ്ക്കുക. അപ്പോൾ നമ്മൾ തന്നെ ബിസിനസ് ചെയ്യാൻ വേണ്ടി ലോൺ എടുക്കാനൊക്കെ പോകത്തില്ലേ? സെയിം കണ്ടീഷൻ. ഇവിടെ ബിസിനസ് എന്താണ്? അവരുടെ കൃഷിയാണെന്നുള്ളതാണ്. അപ്പോൾ പ്രൊവൈഡിങ് അഡിക്വേറ്റ് ക്രെഡിറ്റ് സപ്പോർട്ട് ടു ഓൾ ഫാമേഴ്സ്, എസ്പെഷ്യലി സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ് ആൻഡ് വൾനറബിൾ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ഈസ് ക്രൂഷ്യൽ ടു ഇംപ്രൂവിങ് അഗ്രികൾച്ചറൽ പ്രോഡക്ടിവിറ്റി ആൻഡ് ഇൻകം. ശരിയാണല്ലോ, ഒരു സംശയമില്ല. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ദി മാപ്പ് ഹിയർ, 2024 വരെയുള്ള സ്റ്റാറ്റസ് ഓഫ് ക്രോപ്പ് ലോൺ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിൽ നിന്ന് തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഫർമേഷനാണ്. സോ ദിസ് ഇസ് ആക്യുറേറ്റ്. അപ്പോൾ 2019 മുതൽ 2024 വരെയുള്ള ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ ആക്ച്വലി സീ എ ഗ്രേറ്റ് പ്രോഗ്രസ്. അറ്റ്ലീസ്റ്റ് ആ ഗ്രാഫ് സ്റ്റഡിലി ഇൻക്രീസ് ചെയ്യുന്ന തന്നെ കാണാൻ പറ്റും. 2019 കൊടുത്തിരുന്ന ക്രെഡിറ്റ് അവൈലബിലിറ്റി ലക്ഷം കോടിയിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ ലക്ഷം കോടിയിലുള്ള എമൗണ്ട് കൂടി ഇപ്പോൾ 15 ലക്ഷം കോടിയേക്കാൾ കൂടുതൽ എന്ന രീതിയിലേക്ക് എത്തി നിൽക്കുന്ന നിങ്ങൾക്ക് ഏകദേശം കാണാനായിട്ട് സാധിക്കും. കണ്ടോ? ഇത്രയായിരുന്നു, ഒരു 7 ലക്ഷം കോടിയിൽ എങ്ങാണ്ട് ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഏകദേശം 15 ലക്ഷം കോടി, ഓൾമോസ്റ്റ് ഡബിൾ. 19 നിന്ന് 24 എത്തിയപ്പോൾ, അതായത് കഴിഞ്ഞ 5 വർഷത്തെ കണക്കൊന്ന് നോക്കിയാൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഫെസിലിറ്റി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കുന്നതിന് സാധാരണഗതിയിൽ പണ്ട് ആൾക്കാർ ബാങ്കുകളെ സമീപിക്കണം. ഇപ്പോൾ ക്രെഡിറ്റ് സർക്കാർ നേരിട്ട് കർഷകരിലേക്ക് എത്തിക്കുകയല്ല ചെയ്യുന്നത്, ബാങ്കുകൾ വഴി തന്നെയാണ് കർഷകരിലേക്ക് ഈ ക്രെഡിറ്റ് സൗകര്യങ്ങൾ എത്തിക്കുന്നത്. ബാങ്കുകളാണ് ഈ ലോൺ എമൗണ്ട് കൊടുക്കുക. ബാങ്കുകൾക്കുള്ള സബ്സിഡി എമൗണ്ട് അല്ലെങ്കിൽ ബാങ്കുകൾക്കുള്ള പലിശ ഗവൺമെൻറ്റാണ് കൊടുക്കുക, സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള നിരക്കിൽ. അതുകൊണ്ട് തന്നെ കർഷകർക്ക് ഈ ഒരു ക്രെഡിറ്റ് സൗകര്യം നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അടുത്തിടെയൊക്കെ തന്നെ നിങ്ങൾക്ക് പിന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു സൗകര്യത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ഒരു ഇമ്മീഡിയറ്റ് റിക്വയർമെൻറ്റ്സ് ഓഫ് മണി. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ സൂചിപ്പിച്ച ക്രെഡിറ്റ് അവൈലബിലിറ്റി ലോണ് കിട്ടുക എന്ന് പറയുന്നത് ത്രൂ ബാങ്കാണ്. അതിന് ചില പേപ്പർ വർക്കും ചില പ്രൊസീജിയറുകളും ചില കാലതാമസവും ഉണ്ടാകും. നമ്മൾ ഇന്ന് ലോണിന് അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ അടുത്ത മാസമോ അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കിട്ടുക, അല്ലെങ്കിൽ ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കിട്ടുക. ബട്ട് എനി ഹൗ ദർ ഈസ് എ ഡിലേ. സോ വാട്ട് ഇഫ് ഐ ഹാവ് എൻ ഇമ്മീഡിയറ്റ് റിക്വയർമെൻറ്റ്? എനിക്ക് ഇന്ന് ഇപ്പോൾ വിള മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുക, ചെറിയൊരു കീടത്തിൻ്റെ ആക്രമണമുണ്ട്, അപ്പോൾ എനിക്ക് കുറച്ച് കീടനാശിനി വാങ്ങി ഈ വിളകളിൽ മുഴുവൻ തളിക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു 10,000-2,000 രൂപ അല്ലെങ്കിൽ 5,000 രൂപയുടെ ചിലവുണ്ട് ഈ കീടനാശിനി തളിക്കുന്നതിനായി. അപ്പോൾ 5,000 രൂപ എൻ്റെ കയ്യിൽ ഇപ്പോൾ എടുക്കാനില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും?
അപ്പോൾ ഈ കാർഷിക ലോണിന് വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇറ്റ് വിൽ ടേക്ക് ടൈം. അതിന് പേപ്പർ വർക്കുകൾ ക്രമീകരിക്കേണ്ടതും അത് പ്രോസസ്സ് ചെയ്യേണ്ടതും ഒക്കെയുണ്ട്. സോ ഇറ്റ് വിൽ ടേക്ക് ടൈം. സോ ബാങ്കിൽ നിന്ന് അങ്ങനെ പോയി കടമെടുക്കുന്നതിനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇമ്മീഡിയറ്റ് റിക്വയർമെൻറ്റ്സിന് വേണ്ടി നമുക്ക് ഈ പറയുന്ന ക്രെഡിറ്റ് സൗകര്യങ്ങൾ വിനിയോഗപ്രദമല്ലാണ്ട് പോയ സാഹചര്യത്തിലാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു സൗകര്യം രംഗപ്രവേശം നടത്തുന്നത്. കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം ഇസ് എ ലാൻഡ്മാർക്ക് ഫിനാൻഷ്യൽ ടൂൾ designed to provide farmers with a timely and hassle-free access to credit. കണ്ടോ, timely and hassle-free access to credit. നമുക്ക് കടം വളരെ സമയബന്ധിതമായിട്ട് നമുക്ക് കടം കിട്ടും. And it was introduced in 1998 based on the recommendations of the RV Gupta committee. Very very important. അപ്പോൾ ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പ്രകാരമാണ് KCC അല്ലെങ്കിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ RV ഗുപ്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പ്രകാരം എന്നാണ് കൊണ്ടുവരുന്നത്? 1998 കൊണ്ടുവരുന്നത്. 1998. അതിൻ്റെ കോർ പർപ്പസും സ്കോപ്പും നോക്കിയാൽ ദ KCC ആക്ട് ആസ് എ സിംഗിൾ വിൻഡോ ക്രെഡിറ്റ് ഡെലിവറി സിസ്റ്റം ടു മീറ്റ് മൾട്ടിപ്പിൾ ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് എ ഫാമർ. ഒന്നിലധികം മാത്രമല്ല, ഇതിപ്പോൾ ഒരു തവണ അല്ലല്ലോ. എനിക്കിപ്പോൾ ഒരു തവണ കൃഷി ഇപ്പോൾ ഈ മരുന്നടിക്കുന്നതിന് 5000 രൂപയുടെ റിക്വയർമെൻറ്റ് വന്നു. അടുത്ത ആഴ്ച ആയപ്പോൾ കുറച്ചുകൂടെ ചിലപ്പോൾ എനിക്ക് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഇതുപോലെ എമൗണ്ട് എടുക്കേണ്ടി വന്നു. അപ്പോഴും എനിക്ക് ഈ കാർഡ് ഉപയോഗിച്ചിട്ട് ക്രെഡിറ്റ് ഈസിലി അവൈലബിൾ ആക്കിയിട്ട് എടുക്കാം. അപ്പോഴും ബാങ്കിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് അല്ലേ. പ്രൊഡക്ഷൻ ക്രെഡിറ്റ് ടു ബൈ സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. പോസ്റ്റ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഇൻകേർഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ റീപ്പിംഗ്. ഇപ്പോൾ ഈ ഹാർവസ്റ്റ് കഴിഞ്ഞിട്ട് വേണ്ട പ്രധാനപ്പെട്ട കോസ്റ്റുകൾ. പിന്നെ ഫാമേഴ്സിൻ്റെ ഹൗസ് ഹോൾഡ് നീഡ്സിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്. അദ്ദേഹത്തിന് ഈ 4 മാസം കൃഷി ചെയ്യുന്നു എന്ന് പറയുമ്പോഴേ ഈ 4 മാസം കൃഷി ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന് വരുമാനമില്ല, ശരിയല്ലേ? ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സവോള കൃഷിയാണ്. സവോള കൃഷി എന്ന കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു 4-5 മാസം കഴിഞ്ഞിട്ടാണ് സവോളയുടെ വിളവെടുപ്പ് പറ്റുക. അപ്പോൾ ഈ 4-5 മാസം അദ്ദേഹം ഈ സവോളയെ നല്ലപോലെ പരിപാലിപ്പിച്ചുകൊണ്ട് പോകുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബം നോക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഈ സവോള കൃഷിയിൽ ഫോക്കസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എവിടെ നിന്നാകുമ്പോൾ അദ്ദേഹത്തിന് മാസാമാസം വരുമാനം കിട്ടുമോ? കിട്ടത്തില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെയിലി റിക്വയർമെൻറ്റ്സ് ഇല്ലേ, അല്ലെങ്കിൽ മന്ത്ലി റിക്വയർമെൻറ്റ്, ഹൗസ് ഹോൾഡ് റിക്വയർമെൻറ്റ്സ് ഇല്ലേ, അതെങ്ങനെ മീറ്റ് ചെയ്യണം? അത് മീറ്റ് ചെയ്യുന്നതിനൊക്കെ ഈ പറയുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് വിനിയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഫോർ ഫാം എക്വിപ്മെൻറ്റ്സ്, ഡയറി ആനിമൽസ് എക്സെട്ര, ഇതിനെല്ലാമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്തിനാണ് ഉപയോഗിക്കുന്നതാണ്? എലിജിബിലിറ്റി. ഇനി ആർക്കാണ് ഇത് കിട്ടുക? യെസ്, ആർക്കാണ് ഇത് കിട്ടുക എന്നുള്ളതാണ്. എലിജിബിലിറ്റി എന്താണ് അതിൻ്റെ മാനദണ്ഡം? ഹു ക്യാൻ അവെയിൽ ദിസ്? ദ സ്കീം ഈസ് ഹൈലി ഇൻക്ലൂസീവ്, അതായത് കവറിങ് ഓണർ കൾട്ടിവേറ്റേഴ്സ്. ഇപ്പോൾ എൻ്റെ പാടത്ത് തന്നെയാണ് ഞാൻ കൃഷി ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഇത് അവെയിൽ ചെയ്യാൻ പറ്റും. ടെനൻറ്റ് ഫാമേഴ്സ്, ഇപ്പോൾ ഞാൻ പാട്ടത്തിനടുത്ത് കൃഷിഭൂമിയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഓറൽ ലീസസ്, നമ്മുടെ ഓറൽ ലീസസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ വാക്കാലുണ്ടായ ലീസിനെടുത്ത ഭൂമിയിൽ നമ്മൾ കൃഷി ചെയ്യുന്നത്. ഷെയർ ക്രോപ്പേഴ്സ്, ഒന്നിലധികം പേർ ചേർന്ന് കൂട്ടകൃഷി, നമ്മൾ പാട്ടകൃഷി, കൂട്ടുകൃഷി എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അങ്ങനെ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, സ്വയം തൊഴിൽ അല്ലെങ്കിൽ സ്വയം സഹായ സംഘങ്ങൾക്ക്, ജോയിൻ്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾക്ക്, അതുപോലെ തന്നെ സ്വയം സഹായ ഗ്രൂപ്പുകൾ പറയുന്ന പോലെ തന്നെ ജോയിൻ്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾക്ക്, അതുപോലെ അലൈഡ് സെക്ടേഴ്സ്. അത് പുതുതാട്ടോ. അതായത് ഈ കാർഷിക മേഖലയിൽ ഈ ഫാമിംഗ് ക്രോപ്സ്, ഗ്രീൻ ക്രോപ്സിൻ്റെ കാര്യത്തിലാണ് പ്രധാനമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരുന്നതുണ്ടെങ്കിൽ 2018-19 മുതൽ അലൈഡ് സെക്ടേഴ്സിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർക്കും എടുക്കാമെന്നുള്ളതാണ്. അലൈഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ അനിമൽ ഹസ്ബൻഡറി, അതുപോലെ ഫിഷറീസ് എക്സെട്ര, ആ ഫാമേഴ്സ്. കാരണം ഇവർക്കൊന്നും 2018 വരെ പറ്റത്തില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ പൗൾട്രി കൃഷി ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ കാറ്റിൽ റെയറിങ്, അല്ലെങ്കിൽ ഫിഷറീസ്, മത്സ്യകൃഷി ചെയ്യുന്ന ഒരാൾക്കൊന്നും കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവർക്കത് എന്താ പറയുക, തൊട്ട് തീണ്ടാൻ പാടില്ല എന്ന് പറയണ മാതിരി അവർക്കൊന്നും അത് അവർ ചെയ്യുന്ന കൃഷിയായിട്ട് ഇൻക്ലൂഡ് ചെയ്യും. പൊതുവേ കാർഷിക മേഖലയിൽ കൃഷി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഓടി വരും ഈ ചെടികൾ കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് പ്രൊഡ്യൂസ് എടുക്കുന്നതിനെ പറ്റിയിട്ടാണ്. എനിക്ക് നമ്മുടെ ഈ മത്സ്യകൃഷിനെയോ കോഴി വളർത്തലിനെയോ അല്ലെങ്കിൽ പശു വളർത്തലോ ആട് കന്നുകാലികളുടെ ഇതൊന്നും പൊതുവേ നമ്മളിങ്ങനെ പെട്ടെന്ന് കൃഷി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ കയറാത്ത സാധനങ്ങളാണ്. അതങ്ങനെ തന്നെയാണ്. പക്ഷേ അത് 2018-19 മുതൽ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. As of 31st of March 2024, 1.2 lakh KCC and 44.4 lakh KCCs were issued to fisheries and animal husbandry activities respectively. 1.2 ലക്ഷം ആൾക്കാർക്ക് KCC അലോ ചെയ്തിട്ടുണ്ട്. 44.4 ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് സഹായമാണ് ഫിഷറീസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി ഗ്രൂപ്പിലേക്ക് 2024 മാർച്ച് വരെയുള്ള കണക്ക് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്ന ലോൺ എമൗണ്ടിൻ്റെ ഡിസ്പേഴ്സൽ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ആവശ്യമില്ലാതിരുന്നിട്ടല്ല കാശല്ലേ, ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായി.
In addition to the interventions such as the Modified Interest Subvention Scheme, which provides a short-term agri loans through KCC for working capital requirements at a concessional interest rate of 7%. The prompt repayment incentive provides a 3% incentive to farmers who repay on time. കൃത്യമായിട്ട് തിരിച്ചടവുകൾ നടത്തുന്ന കർഷകർക്ക് 7% ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്ന് 3% സബ്സിഡി കൊടുക്കും. അങ്ങനെ ശരിക്കും ഇൻട്രസ്റ്റ് ഒരു 4% അടച്ചാൽ മതി. നമ്മുടെ ഇവിടെ ഉള്ളൊരു 4% ഇൻട്രസ്റ്റ് വരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും നമ്മുടെ നാട്ടിൽ ഇൻഫ്ലേഷൻ പണപ്പെരുപ്പത്തിൻ്റെ തോത് പോലും നോക്കിക്കഴിഞ്ഞാൽ അത് നിജപ്പെടുത്തിയിരിക്കുന്നത് 4%-ലാണ്, 4%-ലാണ്. ബട്ട് ±2 എന്നുകൂടി പറയുന്നുണ്ട്. അതായത് ഇറ്റ് ക്യാൻ റീച്ച് അപ് ടു 6% ഓർ ഇറ്റ് ക്യാൻ ഗോ ലോ അപ് ടു 2%. ഇത് നമ്മുടെ ഇൻഫ്ലേഷൻ്റെ നിരക്കാണ്, പണപ്പെരുപ്പം. അതായത് ഞാൻ ഇന്ന് ഫോർ എക്സാമ്പിൾ കൺസിഡർ നമ്മുടെ ഇപ്പോഴും നാട്ടിലെ ഇൻഫ്ലേഷൻ നിരക്ക് എന്നൊക്കെ പറയുമ്പോൾ ആവറേജ് ഇന്ത്യയിൽ ഒരു 6.5 നിരക്കൊക്കെ പോകാറുണ്ട്. ആ ഒരു രീതിയിലാണ് നിൽക്കാറ്. അപ്പോൾ ഒരു 6% നമ്മുടെ നാട്ടിൽ ഇൻഫ്ലേഷൻ എന്ന് തന്നെ കരുതുക. 6% ഇൻഫ്ലേഷൻ എന്ന് കരുതുക. ഓക്കെ, അതായത് ഞാൻ ഒരു 1 ലക്ഷം രൂപ ലോൺ എടുത്ത് അത് തിരിച്ചടയ്ക്കുന്ന സമയത്ത് അതിന് 1 ലക്ഷം രൂപയുടെ മൂല്യം ഉണ്ടാവില്ല. കാരണം 6% പണപ്പെരുപ്പം നടക്കുന്നുണ്ട്, ഇൻഫ്ലേഷൻ നടക്കുന്നുണ്ട്, അതുകൊണ്ട് അതിന് മൂല്യം ഉണ്ടാവില്ല. പക്ഷേ ഇവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കി നിങ്ങൾ, ഇഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ 7-3 പോയാൽ ആക്ച്വലി 4% ഉള്ളൂ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 4% ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഇൻഫ്ലേഷനേക്കാളും കുറവായതുകൊണ്ട് ശരിക്കും നമ്മൾ വാങ്ങിയ എമൗണ്ട് പോലും നമുക്ക് തിരിച്ചടയ്ക്കേണ്ടി വരില്ല എന്നതാണ് ആക്ച്വലി വാസ്തവം എന്നുള്ളതാണ്. അത് ഫിനാൻസ് ഡീറ്റെയിൽ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്താലാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുക. എനി ഹൗ 4% പലിശ, എനി ഇൻട്രസ്റ്റ് ദാറ്റ് ഈസ് ലെസ് ദാൻ 6% ഇസ് ആക്ച്വലി എ പ്രോഫിറ്റ് ഫോർ അസ്. അത് നമുക്ക് ആക്ച്വലി പ്രോഫിറ്റ്. നമ്മൾ ഇന്ന് അവരുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ വാങ്ങിച്ചാൽ നമ്മൾ പിന്നീട് തിരിച്ചടയ്ക്കുമ്പോൾ 1,04,000 രൂപയായിട്ട് അടച്ചെന്ന് വെച്ചോ, ശരിക്കും അന്ന് ഈ 1,04,000 രൂപയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രോഡക്റ്റ് സാധനമാണ് വാങ്ങുന്നതെങ്കിൽ, ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു തരാൻ വേണമെങ്കിൽ, അപ്പം ഞാനൊരു സാധനം വാങ്ങുകയാണ് ഇന്ന് ഞാനൊരു സാധനം 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങി. ഈ 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ സാധനം ഞാൻ 1 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ അതിന് 1,06,000 രൂപയായി. ഓക്കെ, 1,06,000 രൂപ ഇന്ന് ഞാൻ 1 ലക്ഷത്തിൽ വാങ്ങിയ സാധനമാണത്. ഓക്കെ, പക്ഷേ ഇന്ന് ഞാൻ അപ്പോൾ 6% ഇൻഫ്ലേഷൻ വന്നെന്ന് കണക്കൂട്ടിക്കും. 6% ഇതിപ്പോൾ 1 ലക്ഷം, അതെ 6,000 എന്ന് പറയുമ്പോൾ കറക്റ്റ് 6% ഇൻട്രസ്റ്റ്. അപ്പോൾ 1,06,000. ഇതാണ് 6% ഇൻഫ്ലേഷൻ കാരണം സംഭവിക്കുന്ന പണപ്പെരുപ്പം. ഞാൻ 1 വർഷം മുമ്പ് 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച സാധനം ഇന്ന് 1,06,000 കൊടുത്താലേ കിട്ടുള്ളൂ എന്നുള്ള കണക്ക്, ജസ്റ്റ് ഒരു ആവറേജ് കണക്ക്. എന്നാൽ എൻ്റെ ഇൻട്രസ്റ്റ് 4%. അപ്പം ഞാൻ ഇന്ന് ഈ 1 ലക്ഷം രൂപ കടമെടുത്തു KCC വഴി, കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴിയോ കിസാൻ സൗകര്യങ്ങൾ വഴിയോ കടമെടുത്തു കഴിഞ്ഞാൽ ഞാൻ 1 വർഷം കഴിഞ്ഞ് അടയ്ക്കുമ്പോൾ എനിക്ക് എത്ര അടച്ചാൽ മതി? 1,04,000 രൂപ അടച്ചാൽ മതി. ഇന്ന് സാരം ടൈംലി റീപേയ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ 1,04,000 രൂപ അടച്ചാൽ മതി. അതായത് ഇന്ന് ഈ 1 ലക്ഷം രൂപയ്ക്ക്, കഴിഞ്ഞ വർഷം ഞാൻ എടുത്ത 1 ലക്ഷം രൂപയുടെ ലോണിന് ഇന്ന് എത്ര രൂപയുണ്ട് മൂല്യം? 1,06,000 രൂപ മൂല്യമുണ്ട് പണപ്പെരുപ്പ തോത് വെച്ച് കണക്ക് കൂട്ടുമ്പോൾ. പക്ഷേ ഞാൻ എത്ര അടയ്ക്കുന്നുള്ളൂ? 1,04,000 അടയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ശരിക്കും പ്രോഫിറ്റബിൾ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഒരു കണക്ക് ഞാൻ സൂചിപ്പിച്ചത് ജസ്റ്റ്. അപ്പോൾ 4% എന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഒരു വലിയ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന രീതിയിൽ നമുക്ക് കണക്കാക്കേണ്ടി വരത്തില്ല എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. ജസ്റ്റ് ഒന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. Starting from financial year 25, the claim processing has been digitized through Kisan PIN portal for faster and more efficiently capturing and settlement for the മോഡിഫൈഡ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം. മോഡിഫൈഡ് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീമിൻ്റെ കീഴിൽ നമ്മുടെ പുതുതായിട്ട് ഈ എന്താ പറയുക ക്ലെയിം പ്രോസസ്സുകൾ, നമ്മുടെ ഈ കടമെടുക്കുന്ന പ്രോസസ്സുകളും മറ്റുമൊക്കെ കുറച്ച് ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. എന്ത് വഴി? കിസാൻ റിൻ പോർട്ടൽ വഴി ഈ ഒരു പ്രോസസ്സുകളെ ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ഇൻട്രസ്റ്റ് റേറ്റ്സ് ആൻഡ് സബ്വെൻഷൻ അതെന്തൊക്കെയാണെന്നുള്ളതാണ്. The government ensures a credit is affordable through the modified interest subvention scheme. എത്ര % ഒക്കെയാണ് നമ്മുടെ ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നതെന്നുള്ളതാണ്. അല്പം ഡീറ്റെയിലിംഗ് ആണത്. കിസാൻ റിൻ പോർട്ടൽ വഴി നിങ്ങൾക്ക് അതിൻ്റെ ഇത് കാണാം, ഇവിടെ കോമ്പോണൻറ്റ് റേറ്റ് നോട്ട് കാണാം. അപ്പോൾ ബേസ് ഇൻട്രസ്റ്റ് റേറ്റ് 9%, ബാങ്കുകൾ സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് റേറ്റ് ആണ്. ഇതിൽ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ഒരു 2% വരും, -2%. ഓക്കെ, അപ്പോൾ എത്രയായി? അപ്പോൾ 7% എൻ്റെ ഇൻട്രസ്റ്റ്. ഇനി ഇതിൽ ഇൻട്രസ്റ്റ്, അതായത് പ്രൊവൈഡഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ബ്രിങ്സ് ദ റേറ്റ് ടു 7%. കണ്ടോ? അതായത് ബാങ്കുകൾ കർഷകന് ഇപ്പോൾ 1 ലക്ഷം രൂപ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 1 ലക്ഷം രൂപ കടം കർഷകന് കൊടുക്കുന്ന ബാങ്കാണ്. ബാങ്ക് ഈ 1 ലക്ഷം രൂപ കടം കൊടുക്കുമ്പോൾ ബാങ്കിൻ്റെ പലിശ നിരക്ക് 9%. അത് ബാങ്കിന് 1,09,000 രൂപ കിട്ടണം 1 വർഷം കഴിയുമ്പോൾ.
അപ്പോൾ ഈ 1,09,000 രൂപ ബാങ്കിന് കൊടുക്കേണ്ട ആവശ്യം കർഷകനുണ്ടോ? ഇല്ല. കാരണം കർഷകന് ഒരു സബ്സിഡി ഉണ്ട്, അല്ലെങ്കിൽ ഇതിനാണ് നമ്മൾ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ, നമ്മൾ സബ്സിഡി എന്ന് പറയുക. ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ഉണ്ടെന്ന് കരുതിക്കോ. എത്ര ശതമാനം ഇൻട്രസ്റ്റ് സബ്വെൻഷൻ? 2% ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ഉണ്ട്. അത് ആരായി 2% ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ബെയർ ചെയ്യേണ്ടി വരുന്നത്? സെൻട്രൽ ഗവൺമെൻറ്. അതായത് സെൻട്രൽ ഗവൺമെൻറ് ഈ 2% സബ്സിഡി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ കൊടുക്കുന്നത് കൊണ്ട് 9% എന്ന പലിശ നിരക്ക് എത്ര ശതമാനമായി കുറഞ്ഞു? 9% എത്രയായിടെ? -2. അപ്പോൾ 7% കുറഞ്ഞു. ശരിയാണോ? അപ്പോഴും ബാങ്കിന് എത്ര തന്നെ കിട്ടും എന്നുള്ളത് മനസ്സിലാക്കണം. 9% തന്നെ ബാങ്കിന് തിരിച്ചു കൊടുക്കും. പക്ഷേ ആ 2% ഞാൻ എത്രയേ കൊടുത്തുള്ളൂ? 7% പലിശയിട്ടേ ഞാൻ കൊടുത്തുള്ളൂ. പക്ഷേ 2% കൂടി അഡീഷണൽ കൊടുത്തത് ആരാണ്? അത് സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ എടുത്ത 1,00,000 രൂപയ്ക്ക് 2,000 രൂപ കൊടുത്തത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. 7,000 രൂപ ഞാനും കൊടുത്തു പലിശ എന്നുള്ളതാണ്. ഇതിന് പുറമെ ടൈംലി റീപേയ്മെൻറ്റ് നടത്തുന്ന ഫാമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, കൃത്യമായിട്ട് 1 വർഷത്തേക്കാണ് ഇത് തന്നെങ്കിൽ ആ 1 വർഷത്തിൽ റീപേയ്മെൻറ്റ് ചെയ്യുന്ന ഫാമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോംപ്റ്റ് റീപേയ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് എന്ന രീതിയിൽ, ഒരു ഇൻസെൻറ്റീവ്, പ്രോംപ്റ്റ് റീപേയ്മെൻറ്റ് ഇൻസെൻറ്റീവ് എന്ന രീതിയിൽ ഒരു 3% കൂടി സബ്സിഡി വരും. അതാണ് ഈ 7% നിന്ന് പിന്നെയും ഒരു 3 പോയിട്ട് എത്ര ശതമാനമായി എസെൻഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു? 4% ആയി എന്ന് പറഞ്ഞത്. പിടിയിട്ടുന്നുണ്ടോ? അതാണ് ഇഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ്. ദാറ്റ് ഈസ് ദി ഇഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ക്രെഡിറ്റ്. അഗ്രികൾച്ചറൽ ക്രെഡിറ്റുകൾക്ക് വരുന്ന ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് അങ്ങനെ 4% എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. ദ ഫൈനൽ കോസ്റ്റ് ഫോർ എ ഡിസിപ്ലിൻഡ് ഫാർമർ. കണ്ടോ, ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് കൃത്യമായി കടമെടുത്തത് തിരിച്ചടയ്ക്കാൻ സാധിക്കുന്ന ഒരു ഫാർമറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇഫക്റ്റീവ്ലി അടയ്ക്കേണ്ടി വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് കേവലം എത്രയേ ഉള്ളൂ? കേവലം 4% വരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആ 4% എങ്ങനെയാണ് എത്തുന്നത് എന്നതിൻ്റെ ഡീറ്റെയിലാണ് ഈ ഒരു ടേബിളിൽ നിങ്ങൾ കാണിച്ചു തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുവാണേ. അടുത്തതിലേക്ക് പോകാം മക്കളെ. റൈറ്റ്, ഈ 3% പ്രൊവൈഡ് ചെയ്യുന്നതും ഗവൺമെൻറ് തന്നെയാണ് കേട്ടോ. ഈ ഒരു 3% വരുന്നതും ഗവൺമെൻറ് തന്നെയാണ്. റൈറ്റ്. To further support small and marginal farmers, bank must allocate 40% of their adjusted net bank credit or credit equivalent amount of off-balance sheet exposure, whichever is higher, to priority sectors including agriculture. ഇത് ബാങ്കുകളിൽ നിർബന്ധമായി വന്നിരിക്കും. പ്രത്യേകിച്ച് റൂറൽ ഏരിയകളിൽ വരുന്ന ബാങ്കുകളിൽ നിർബന്ധമായിരിക്കുന്ന ഒരു ഏരിയയാണ്. അവർ അവൈൽ ചെയ്യുന്ന ക്രെഡിറ്റുകളിൽ, അതായത് മൊത്തം ബാങ്ക്, ഇപ്പം ഞാൻ റൂറൽ ഏരിയയിൽ ഒരു ബാങ്ക് വന്നു, ആ ബാങ്ക് മൊത്തത്തിൽ കൊടുക്കുന്ന ലോൺ എമൗണ്ട്, ലെറ്റ്സ് സേ 10 lakh rupees ലോൺ കൊടുക്കാനാണ് ഈ ബാങ്ക് നിർണ്ണയിച്ചിരിക്കുന്നത്. അതായത് ബാങ്കിൻ്റെ ഉള്ളത് 10 ലക്ഷം രൂപയാണ് ലോണായിട്ട് കൊടുക്കാൻ. ബാങ്കിൻ്റെ എത്ര രൂപയുണ്ട്? 10 ലക്ഷം രൂപയുണ്ട്. ആ 10 ലക്ഷം രൂപ ബാങ്ക് ലോണായിട്ട് കൊടുക്കും. പല ആവശ്യങ്ങൾക്ക് ലോൺ കൊടുക്കണമല്ലോ. കാർഷിക ലോണുണ്ട്, വാഹനം വാങ്ങാനുള്ള ലോണുണ്ട്, പേഴ്സണൽ ലോണുണ്ട്, പിന്നെ വീട് വെക്കാൻ വേണ്ടി ഹൗസിംഗ് ലോൺ, ഇങ്ങനെ പലതരത്തിലുള്ള ലോൺ, പിന്നെ ഗോൾഡ് വെച്ചിട്ട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ലോൺ, അങ്ങനെ കൊളാട്രൽ ലോൺസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് തരത്തിൽ ലോണുകളുണ്ട്. പക്ഷേ ഈ ഒരു റൂറൽ ഏരിയയിൽ വരുന്ന ബാങ്ക് കൊടുക്കുന്ന ലോണിൽ 10 ലക്ഷം രൂപ ടോട്ടലി ലോൺ കൊടുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അറ്റ്ലീസ്റ്റ് 40% ഓഫ് ദി ക്രെഡിറ്റ്, 40% ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ എത്രയായിടെ? 40% എന്ന് പറയുമ്പോൾ 4 ലക്ഷം. 4 ലക്ഷം രൂപ എന്തിനു കൊടുത്തിട്ടുണ്ടാവണം? പ്രയോറിറ്റി സെക്ടേഴ്സ്. അതൊക്കെ ഗവൺമെൻറ് ഐഡൻറ്റിഫൈ ചെയ്യും കേട്ടോ. പ്രയോറിറ്റി സെക്ടേഴ്സ് ഏതാണ് നമുക്കുള്ളത്? പ്രയോറിറ്റി സെക്ടേഴ്സിന് കൊടുത്തിട്ടുണ്ടാവണം, വിച്ച് ഇൻക്ലൂഡ്സ് അഗ്രികൾച്ചർ. ആ പ്രയോറിറ്റി സെക്ടറിൽ എന്ത് ഇൻക്ലൂഡ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്? അഗ്രികൾച്ചർ ഇൻക്ലൂഡ് ചെയ്യപ്പെടും എന്നുള്ളതാണ് പറയുന്നത്. ക്ലിയർ ആണോ? അങ്ങനെ ഒരു പരിപാടി കൂടിയാണ്. അപ്പം മിനിമം ഇപ്പോൾ ബാക്കിയുള്ള 6 ലക്ഷം രൂപയാണ് മറ്റ് എല്ലാ തരത്തിലുള്ള ലോണുകൾക്ക് വേണ്ടിയിട്ട് ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാൻ പറ്റില്ല തോന്നുന്നത്. കാരണം ഇതിന് ഈ 4 ലക്ഷം പ്രയോറിറ്റി സെക്ടറിന് കൊടുക്കുന്ന ലോണിനെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവല്ലേ? അപ്പോൾ ബാങ്കുകൾ കൂടുതലും ഇത് കൊടുക്കാൻ നോക്കും. പേഴ്സണൽ ലോണിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ കൂടുതലും പേഴ്സണൽ ലോൺ പോലുള്ളവർക്ക് കൊടുക്കാനായിട്ട് കാശ് കൂടുതൽ, ഇതിന് 8 ലക്ഷം രൂപ അങ്ങനെ കൊടുക്കാം, 2 ലക്ഷം രൂപ പ്രയോറിറ്റിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ പറ്റില്ല. ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് മിനിമം നീ 40% എന്തിന് കൊടുത്തിട്ടുണ്ടാവണം? പ്രയോറിറ്റി സെക്ടറിന് കൊടുത്തിട്ടുണ്ടാവണം. എന്നിട്ട് ബാക്കിയുള്ള ലോണിന് കൊടുത്താൽ മതി. All the above measures have significantly reduced the reliance on non-institutional credit sources from 90% in 1950 to around 25%. ഇത് ശരിക്കും എന്ത് സഹായിച്ചു എന്നറിയോ? നമ്മൾ വട്ടിപ്പലിശക്കാരുടെ നിന്ന് കാശ് പലിശക്ക് എടുക്കാമെന്ന് പറയില്ല. പണ്ട് കർഷകരൊക്കെ ഈ കൃഷി എന്ന വൃത്തിയില്ലാണ്ട് നാട്ടിലുള്ള നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻഷ്യേഴ്സ്, അതാണ് ഈ വട്ടിപ്പലിശക്കാരെന്നൊക്കെ പറയുന്നത്. കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതൊന്നും ആയിരിക്കത്തില്ല. വെറുതെ നമ്മൾ പറയുന്നത് 100-1 പലിശ എന്നൊക്കെ പറയും, 100-2 പലിശ, 100 രൂപയ്ക്ക് 2 രൂപ പലിശ തരണം എന്നൊക്കെ പറഞ്ഞ് വാങ്ങുന്ന ആൾക്കാരുണ്ട്. കൊള്ളപ്പലിശക്കാർ, ബ്ലേഡ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത, നിയമപരമായി സാധുതയില്ലാത്ത മനുഷ്യന്മാരാണത്. അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നുള്ള കടമെടുപ്പ് 1950-ൽ 90%. അത് 2022 ആയപ്പോഴേക്കും 25% കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ബാക്കി മുഴുവൻ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ഗവൺമെൻറ് മെഷീനറീസിൽ നിന്ന് ബാങ്കുകൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലോണുകൾ ഇങ്ങനെ കൊടുക്കുന്നത് വഴി അതിൻ്റെ ആവശ്യം ഇനി മറ്റുള്ള ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു സൗകര്യം നിറവേറ്റാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന,
Pradhan Mantri Fasal Bima Yojana. എന്താണ് Pradhan Mantri Fasal Bima Yojana? The Pradhan Mantri Fasal Bima Yojana launched in 2016 is India's flagship crop insurance scheme. എന്ത് സ്കീമാണ് മക്കളെ? ക്രോപ്പ് ഇൻഷുറൻസ് സ്കീമാണ് Pradhan Mantri Fasal Bima Yojana. It was designed to replace older, less efficient systems with a technology-driven, affordable model to protect farmers against non-preventable natural risk. ഒഴിച്ചുകൂടാൻ സാധിക്കില്ലായിരുന്നു എന്നുറപ്പുള്ള നാച്ചുറൽ റിസ്കുകളിൽ നിന്ന് ഫാമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഒരു ചുഴലിക്കാറ്റ്, അവിടെ നമ്മൾ കൃഷി ചെയ്തപ്പോൾ ചുഴലിക്കാറ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല കൃഷി ചെയ്യുന്നത്. അങ്ങനെ ഇങ്ങനെ ഉണ്ടാവാറില്ല. അങ്ങനെ ഒരു സ്ഥലമാണ് ഞാൻ കൃഷി ചെയ്യുന്നതെങ്കിൽ എന്നിട്ടും അപ്രതീക്ഷിതമായ ഒരു ചുഴലിക്കാറ്റ് വന്ന് എൻ്റെ കൃഷി നഷ്ടം വന്നു കഴിഞ്ഞാൽ എൻ്റെ വിളയ്ക്ക് ഇൻഷുറൻസ് നേടിയെടുക്കാൻ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. അതും സാങ്കേതികമായി മുന്നിൽ നിൽക്കുന്ന പദ്ധതികൾ മുഖാന്തരം ഇത് പരിശോധിക്കുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ രണ്ട് സ്ട്രക്ചർ നമ്മൾ പറയാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ്. ദ പ്രീമിയം സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ, വൺ ഓഫ് ദി മോസ്റ്റ് ടീച്ചർ ഫ്രണ്ട്ലി ആസ്പെക്ട് ഓഫ് ദി പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. ടീച്ചർ ഫ്രണ്ട്ലിയോ ഫാമർ ഫ്രണ്ട്ലി ആയിരിക്കണം. സ്റ്റാൻഡേർഡൈസ് പ്രീമിയം റേറ്റ്സ്. ദി ഫാമർ പേയ്സ് എ വെരി സ്മോൾ പോർഷൻ വൈൽ ദി ഗവൺമെൻറ് പേയ്സ് ദി റെസ്റ്റ്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഇൻഷുറൻസ് പദ്ധതിയിൽ ഫാർമർ ഒരു ചെറിയൊരു പോർഷൻ, ഇപ്പോൾ 100 രൂപയാണ് പ്രീമിയം എങ്കിൽ 1% ഫാർമർ കൊടുക്കുന്നു. ലെറ്റ്സ് സേ ഒരു 15 രൂപ ഫാർമർ കൊടുക്കുന്നു, 85 രൂപ ആര് കൊടുക്കും? 85 രൂപ ആര് കൊടുക്കും? ഗവൺമെൻറ് കൊടുക്കും. അപ്പോൾ 15 രൂപ നമ്മൾ ഇൻഷുറൻസിന് വേണ്ടി കൊടുക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ 100 രൂപ പ്രീമിയമാണ്. അതിൻ്റെ എത്ര ഇരട്ടി നമുക്ക് എന്തായാലും കിട്ടുകയും ചെയ്യും നാശം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നുള്ളതാണ്. ഖാരിഫ് ക്രോപ്പുകൾക്ക് ഫാമേഴ്സ് പ്രീമിയം ഷെയർ എന്ന് പറയുന്നത് 2%. സം ഇൻഷുർഡ് ഇപ്പോൾ 10 രൂപയാണെങ്കിൽ ഫാർമർ കൊടുക്കേണ്ടത് 2 രൂപ മാത്രം. റാബി ക്രോപ്പുകളാണെങ്കിലോ സം ഇൻഷുർഡിൻ്റെ 1.5%. 10 രൂപയാണ് സം ഇൻഷുർഡ് എങ്കിൽ 1.5 രൂപ ഫാർമർ കൊടുത്താൽ മതി. ഇനി കൊമേഴ്ഷ്യൽ ക്രോപ്പോ മറ്റ് ഹോർട്ടിക്കൾച്ചറോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 5% സം ഇൻഷുർഡിൻ്റെത് ഫാർമർ കൊടുക്കാനുള്ളത്. അതായത് 10 രൂപയിൽ 5 രൂപ ഫാർമർ കൊടുക്കണം. ബാക്കി 5 രൂപ ആര് കൊടുക്കും? ബാക്കി 5 രൂപ ഗവൺമെൻറ് കൊടുക്കുന്നതാണ്. ക്ലിയർ ആണോ മക്കളെ? റൈറ്റ്. അപ്പോൾ അതും ഒന്ന് അറിഞ്ഞിരിക്കുക നിങ്ങൾ. ഓക്കെ, റൈറ്റ്. പിന്നെ crop coverage from sowing to storage. The scheme is unique because it covers the entire crop cycle. അപ്പോൾ കൃഷി ചെയ്യുന്ന സമയത്തുള്ള നാശനഷ്ടത്തെ മാത്രമല്ല അത് കണക്കൂട്ടുന്നതെന്നാണ്. വിത്ത് വിതയ്ക്കുന്നത് മുതൽ സ്റ്റോറേജ് വരെയുള്ള സമയങ്ങൾക്കുള്ള ഈ ഒരു കാർഷിക വിളയുടെ പിന്നെന്താ പറയുക കവറേജ് ആർക്കുണ്ട്? ഈ പറയുന്ന ഫസൽ ബീമ യോജന വഴിയുണ്ടെന്നുള്ളതാണ്. പ്രിവെൻറ്റഡ് സോവിങ്. ഇഫ് എ ഫാമർ കനോട്ട് സോ ഡ്യൂ ടു ബാഡ് വെതർ, they can claim up to 25% of the sum insured. ഇപ്പോൾ സാധാരണയായിട്ട് ഞാൻ വിതയ്ക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് വിതയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും, വിതയ്ക്കണമെന്ന് പോലും നിർബന്ധമില്ല കേട്ടോ, ഞാൻ സാധാരണ വിതയ്ക്കേണ്ട സമയത്ത് എൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടല്ലാതെ, എൻ്റെ കാരണങ്ങൾ, ഞാനെന്ന ആളുടെ കാരണം കൊണ്ടല്ലാതെ മറ്റ് നാച്ചുറൽ കാരണങ്ങളോ മറ്റോ അല്ലെങ്കിൽ ക്ലൈമറ്റൊക്കെ വളരെയധികം അഗ്രസീവായിട്ട് നിന്ന സമയം അപ്പോൾ എനിക്ക് വിത്ത് വിതയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ വിത്ത് വിതച്ചില്ലെങ്കിൽ എനിക്ക് ഇൻഷുറൻസ് കിട്ടത്തില്ലയോ എന്ന് വിചാരിച്ചിട്ട് പോയി വിത്തൊന്നും വിതയ്ക്കണ്ട. അങ്ങനെ വിത്ത് വിതയ്ക്കുന്നതിൽ ഡിലേ ഉണ്ടായാൽ പോലും എനിക്ക് ഈ എൻ്റെ സം ഇൻഷുർഡിൻ്റെ 25% വരെ ക്ലെയിം ചെയ്യാൻ സാധിക്കും ഫസൽ ബീമ യോജന വഴി എന്നുള്ളതാണ്. സ്റ്റാൻഡിങ് ക്രോപ്പ്, അതായത് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡ്രോട്ട്, ഫ്ലഡ് ആൻഡ് പെസ്റ്റ് ആൻഡ് ഡിസീസസ്. അതുപോലെ വരൾച്ചയോ അല്ലെങ്കിൽ പ്രളയമോ അല്ലെങ്കിൽ പെസ്റ്റ് അറ്റാക്കോ മറ്റോ വന്നു കഴിഞ്ഞാൽ അത് കവേർഡാണ്. മിഡ് സീസൺ അഡ്വേഴ്സിറ്റി, ഇമ്മീഡിയറ്റ് റിലീഫ് ഇഫ് എ നാച്ചുറൽ കലാമിറ്റി ഒക്കേഴ്സ് ഡ്യൂറിംഗ് ദി ഗ്രോയിങ് പീരീഡ്. വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിനിടയിൽ ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടായാൽ അത് കവേർഡാണ്, സ്വാഭാവികം. പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസസ്, coverage up to 14 days after harvest if the crop is kept in field to dry and it is hit by unseasonal or cyclonic rains. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നെല്ലൊക്കെ കൊയ്തതിന് ശേഷം ഉണക്കാനായിട്ട് പാടങ്ങളിൽ തന്നെ കൂട്ടിയിടുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ പാടങ്ങളിൽ തന്നെ കൂട്ടിയിടുന്നതിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും മഴയോ സൈക്ലോൺസ് ചുഴലിക്കാറ്റോ എന്തെങ്കിലും ഒക്കെ വന്നിട്ട് ഈ കൃഷി നാശം വെച്ചും അല്ലെങ്കിൽ ഈ വിളവെടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾക്ക് നാശം സംഭവിച്ചാൽ അതും ഈ പറയുന്ന ഫസൽ ബീമ യോജനയിൽ കവർഡാണ്. പക്ഷേ ഇവിടെ ഒരു മാനദണ്ഡമുണ്ട്, 14 ദിവസം വരെ കവറേജ് അപ് ടു 14 days ആഫ്റ്റർ ദി ഹാർവെസ്റ്റ്. എന്നാണോ ഹാർവെസ്റ്റ് ചെയ്തത്, എന്നാണോ വിതച്ചത്, വിതച്ചതല്ല കൊയ്തത്, ആ കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ള 14 ദിവസത്തേക്ക് മാത്രമാണ് ഈ ഒരു കണ്ടീഷൻ കിട്ടുക. അപ്പോൾ 2 ആഴ്ച കൂടുതൽ ഞാൻ അവിടെ പാടത്തിട്ടിരുന്നു. ലെറ്റ്സ് 21 ദിവസം 20 ദിവസം ഇട്ടിരുന്നതാണ്. 20ാമത്തെ ദിവസം അല്ലെങ്കിൽ 17ാമത്തെ ദിവസം പോട്ടെ 15ാമത്തെ ദിവസം അല്ലെങ്കിൽ 16ാമത്തെ ദിവസമാണ് മഴ പെയ്തിട്ട് സാധനം പോയത്. കവറേജ് ഇല്ല. 2 ആഴ്ച വരെ നിൽക്കാം. 2 ആഴ്ച കഴിയുമ്പോൾ എടുത്ത് മാറ്റണമായിരുന്നു. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഉണങ്ങാൻ 2 ആഴ്ച മതി എന്നുള്ളതാണ് കണക്ക് മാക്സിമം. അതിനുള്ളിൽ ഉണങ്ങി കിട്ടും. അതിലും കൂടുതൽ നിങ്ങൾ ഇട്ടിരുന്നു, അത് നിങ്ങളുടെ എന്താ പറയുക ശ്രദ്ധക്കുറവ് കൊണ്ട് നഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് അതിന് നമ്മൾ ഉത്തരവാദികളല്ല, അതുകൊണ്ട് അത് കിട്ടത്തില്ല എന്നുള്ളതാണ്. പിന്നെ ലോക്കലൈസ്ഡ് കലാമിറ്റീസ്, ലോക്കൽ കലാമിറ്റീസ്, ഹെയിൽ സ്റ്റോംസ്, ലാൻഡിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും, എല്ലാം അതിനകത്ത് കവേർഡാണെന്നുള്ളതാണ്. ഓക്കെ, ദ സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കാനിസം, സാം. ഇതാണ് നമ്മുടെ ഫസൽ ബീമ യോജനയുടെ കവറേജിനെ പറ്റി പറയുന്നത്. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. The submission on agricultural mechanism was launched in 2014-15 to promote the reach of farm machineries,
to small and marginal farmers and regions with low farm power available. In 2025-26, it continues to be a major driver under the umbrella of Rashtriya Krishi Vikas Yojana. Submission on agricultural mechanization. Mechanization. അതായത് കാർഷിക മേഖലയിൽ പണ്ടത്തെ പോലെ ലേബർ ഇൻറ്റൻസീവ് ആയിട്ട് ആൾക്കാരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നതിന് ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താ? ലേബറിന് കിട്ടാനില്ല. ഒന്ന്, ലേബറിൻ്റെ അവൈലബിലിറ്റി പ്രശ്നം. രണ്ട്, കാരണം കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ മക്കളും കൃഷിയിലേക്ക് ഇറങ്ങാറില്ല. കാരണം ബിക്കോസ് ഓഫ് ലോട്ട് ഓഫ് കുറേ പ്രശ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടല്ലോ, കൃഷി നാശം വരുന്നതും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാരണം കൃഷി അധികം ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരുടെ സെക്കൻഡ് ജനറേഷനെ അവർ കൃഷിയിലേക്ക് ആകർഷിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. സോ ആ സാഹചര്യത്തിൽ കുട്ടികളൊക്കെ വൈറ്റ് കോളർ ജോബ് തിരഞ്ഞു പോകുമ്പോൾ ഈ ഒരു മേഖലയിൽ പണിയെടുക്കാനായിട്ടുള്ള ആൾ കിട്ടുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് അവിടെ സപ്ലൈ കുറയുവാണ്, ആൾക്കാരുടെ ഡിമാൻഡ് കൂടുവാണ്. സോ പ്രൈസ് അവരുടെ കൂടും, അതായത് അവരുടെ വേതനങ്ങൾ കൂടും, വേജ് കൂടും. അങ്ങനെ വരുമ്പോൾ കൂടുതൽ കൃഷിയിൽ മെക്കനൈസേഷൻ കൊണ്ടുവരാനുള്ളൊരു ശ്രമം നടത്തുന്നത് 2014-15 തുടങ്ങി വെച്ചതാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ എന്ന് പറയുന്നത് 2014-15 തുടങ്ങി വെച്ചത് ഇന്നും നമ്മുടെ രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുടെ കീഴിൽ ഇത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ്. കോർ ഒബ്ജക്റ്റീവ്: റീച്ചിങ് ദി അൺറീച്ച്ഡ്. എയിംസ് ടു റൈസ് ദി നാഷണൽ ഫാം പവർ അവൈലബിലിറ്റി ഫ്രം ദി കറണ്ട് ആവറേജ് ടു എ ടാർഗറ്റ് ഓഫ് 2.5 kilowatt per hectare. അതുപോലെ ഫാമിലേക്കുള്ള പവർ അവൈലബിലിറ്റി, ഇലക്ട്രിസിറ്റി അവൈലബിലിറ്റി വർദ്ധിപ്പിക്കുക ഒരു അജണ്ടയാണ്. 2.5 kilowatt 2.5 യൂണിറ്റ് ഒരു ഹെക്ടറിന് അവൈലബിൾ ആക്കിക്കുക എന്നൊരു ലക്ഷ്യം അത് പറയുന്നുണ്ട്. അതുപോലെ ഓഫ്സെറ്റ് എക്കണോമിക് ഓഫ് സ്കെയിൽ. സ്മോൾ ലാൻഡ് ഹോൾഡിങ്സ് മേക്ക് ഇൻഡിവിജ്വൽ ഓണർഷിപ്പ് ഓഫ് എക്സ്പെൻസീവ് മെഷീൻസ് അൺവയബിൾ. നമ്മുടെ ഈ പറയുന്ന സ്കീം പ്രൊമോട്ട്സ് കളക്റ്റീവ് ഓണർഷിപ്പ്. അതായത് ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഒരു 50 സെൻറ്റ് സ്ഥലം ഉള്ളൂ. ഈ 50 സെൻറ്റ് സ്ഥലത്തിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. പക്ഷേ അതിനുവേണ്ടി ഞാൻ ഈ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്, വലിയൊരു പണം കൊടുത്തിട്ടൊരു മെഷീൻ വാങ്ങുന്നത് എനിക്ക് അത്ര വയബിൾ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് കളക്റ്റീവായിട്ടുള്ള ഓണർഷിപ്പ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രോഡക്റ്റുകൾക്ക്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്കൊരു ട്രാക്ടർ വാങ്ങണം ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ, അല്ലെങ്കിൽ ഹാർവെസ്റ്റ് ചെയ്യാനുള്ള ഒരു മെഷീൻ വാങ്ങണം. 50 സെൻറ്റിന് വേണ്ടി നിങ്ങളൊരു വലിയ മെഷീൻ 10-50 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങുന്നത് നഷ്ടമാണ്. അപ്പം എന്ത് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ചുറ്റുപാടുമുള്ളൊരു 5 പാടങ്ങളെയും കൂടി കളക്റ്റീവായിട്ട് എടുത്തുകൊണ്ട് കളക്റ്റീവ് ഓണർഷിപ്പിൽ ഈ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപയോഗിക്കേണ്ടി വരികയും ചെയ്യും. ഒരാൾക്ക് അതിൻ്റെ 5-1, 5 പേര് ചേർന്നിട്ടാണെങ്കിൽ 10 പേര് ചേർന്നിട്ടാണെങ്കിൽ 10-1 കോസ്റ്റ് ഒരാൾക്ക് ആവുന്നുള്ളൂ എന്നുള്ള ഒരു സ്കീം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു പദ്ധതിയും അല്ലെങ്കിൽ ആ ഒരു പ്രൊവിഷനും ഇൻക്ലൂഡഡ് ആണ് ഇതിനകത്തെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഫോക്കസ് ഓൺ ഷിഫ്റ്റിംഗ് ഫ്രം മാനുവൽ അല്ലെങ്കിൽ ആനിമൽ ലേബർ ടു മെക്കാനിക്കൽ പവർ ടു ഇംപ്രൂവ് എഫിഷ്യൻസി ആൻഡ് റെഡ്യൂസ് ഫിസിക്കൽ സ്ട്രെയിൻ ഓൺ ഫാമേഴ്സ് ഇൻക്ലൂഡിംഗ് ജെൻഡർ ഫ്രണ്ട്ലി എക്വിപ്മെൻറ്റ് ഫോർ വിമൻ. അപ്പോൾ സ്ത്രീകൾക്ക് ഉൾപ്പെടെ ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിൽ ലൈറ്റ് ഓപ്പറേഷൻസ് വരുന്ന രീതിയിലുള്ള എക്വിപ്മെൻറ്റ്സ് കൊണ്ടുവന്ന് മനുഷ്യൻ്റെ എഫേർട്ട് പരമാവധി മിനിമലാക്കി ഫാം പ്രാക്ടീസസിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ്. റൈറ്റ്. കോമ്പണൻസും ഫങ്ഷൻസും ഒക്കെയാണ്. കസ്റ്റം ഹയറിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്, ഹൈടെക് ഹബ്ബുകളുണ്ട്, ഫാം മെഷീനറി ബാങ്കുകളുണ്ട്. അതുപോലെ കിസാൻ ഡ്രോൺസ് ഉൾപ്പെടെ ഈ ഒരു പദ്ധതി വഴി കർഷകർക്ക് അവൈലബിൾ ആക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ മെക്കനൈസേഷൻ ചെയ്യാൻ നിങ്ങൾ കർഷകർ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ മെക്കനൈസേഷൻ നിങ്ങൾക്ക് പൂർണ്ണമായും ഈ മെഷീൻസിൻ്റെ വില നിങ്ങൾ കൊടുക്കണമെന്നില്ല. പിന്നെയോ ഇതിനുമുണ്ട് സബ്സിഡീസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട്. കണ്ടോ, കസ്റ്റം ഹയറിംഗ് സെൻറ്റേഴ്സ്. ഇപ്പോൾ ട്രാക്ടറും മറ്റ് കാര്യങ്ങളൊക്കെ ഹയർ ചെയ്യുന്ന സെൻറ്റേഴ്സ് ഉണ്ട്. അതാണ് കസ്റ്റം ഹയറിംഗ് സെൻറ്റർ എന്ന്. എനിക്കിപ്പോൾ ട്രാക്ടർ എനിക്ക് വേണ്ട, വാങ്ങി വെക്കണമെന്നില്ല, പക്ഷേ എനിക്ക് ഹയർ ചെയ്യണം. അങ്ങനെയുള്ള കസ്റ്റം ഹയറിംഗ് സെൻറ്ററുകളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെൻ്റലിനെടുക്കാം. അവിടെ തന്നെ നിങ്ങൾക്ക് 40-50% സബ്സിഡി. ശരിക്കും റെൻ്റൽ എമൗണ്ട് 1000 rupees ആണെങ്കിൽ നിങ്ങൾ 500 പേ ചെയ്താൽ മതിയാവും, അപ് ടു അല്ലെങ്കിൽ 600 rupees പേ ചെയ്താൽ മതിയാവും, സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതുപോലെ ഹൈടെക് ഹബ്ബുകൾ, സെൻറ്റർ ഫോർ ഹൈ വാല്യൂ മെഷീൻസ്, യൂഷ്വലി ഫോർ പ്രൊജക്ട്സ് അപ് ടു 2.5 crores 2.5 കോടി വരെയുള്ള പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ കൊടുക്കുന്ന, മെഷീൻസ് കൊടുക്കുന്ന ഹൈടെക് ഹബ്ബുകളുണ്ട്. അതുപോലെ ഫാം മെഷീനറി ബാങ്കുകൾ, വില്ലേജ് ലെവൽ ബാങ്ക്സ് മാനേജ്ഡ് ബൈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ. അതിൽ തന്നെ മാക്സിമം അപ് ടു 80%, 8 ലക്ഷം രൂപ വരെയാണ് സബ്സിഡി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നത് ഈ പറയുന്ന ഗ്രൂപ്പുകൾക്ക് എന്ന് പറയുന്നത്. ഫാം മെഷീൻ ബാങ്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്ക് കൊടുക്കുന്നത് 8 ലക്ഷം രൂപ വരെയുള്ള ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നു. അതുപോലെ കിസാൻ ഡ്രോൺസ്, ഇപ്പോൾ പ്രിസിഷൻ സ്പ്രേയിങ് ആൻഡ് ക്രോപ്പ് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയും അതുപോലെ കീടനാശിനികളും മറ്റുമൊക്കെ തളിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അതിന് 100% ക്രെഡിറ്റ് സപ്പോർട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ടെന്ന് കൂടി മനസ്സിലാക്കിയിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പദ്ധതി വഴി നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾക്കല്ല, കർഷകർക്ക് ബെനിഫിറ്റ്സ് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഫണ്ടിങ് പാറ്റേൺ ഇതൊരു പൂർണ്ണമായി സെൻട്രലി സെൻട്രൽ സെക്ടർ സ്കീമൊന്നുമല്ല, സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്. ദാറ്റ് മീൻസ് മെജോറിറ്റി ഓഫ് ദി ഷെയർ വിൽ ബി ടേക്കൻ ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്, ബട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതിനകത്ത് ഷെയർ ഹോൾഡറാണ്.
60-40 ആണ് അതിൻ്റെ സ്പ്ലിറ്റ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. നോർത്ത് ഈസ്റ്റേൺ ഹിമാലയൻ റീജിയനിലൊക്കെ വരുന്ന സ്റ്റേറ്റുകളാണെങ്കിൽ അത് 90:10 ആണ് ആ റേഷ്യോ. അതായത് 90% കോസ്റ്റും സെൻട്രൽ ഗവൺമെൻറ് വഹിക്കും, 10% മാത്രം സ്റ്റേറ്റ് വഹിച്ചാൽ മതി. എവിടെയാണെങ്കിൽ ഒന്നുകിൽ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ, സിക്കിമിന് ശേഷം അങ്ങോട്ടുള്ള സംസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ ഹിമാലയൻ സ്റ്റേറ്റിൻ്റെയൊക്കെ കാര്യത്തിൽ 90:10 ആണ്. ബാക്കി സ്റ്റേറ്റുകൾ 60-40 ആണ് അതിൻ്റെ കണക്ക്. യൂണിയൻ ടെറിട്ടറികളിൽ സ്വാഭാവികമായിട്ടും അത് സെൻട്രൽ ഗവൺമെൻറ് ആണ് മോണിറ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് തന്നെ 100% ഫണ്ടിങ്ങും വരുന്നത് സെൻട്രൽ ഗവൺമെൻറ് തന്നെയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, റൈറ്റ്. അടുത്തൊരു പദ്ധതിയാണ് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്. ദി അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഈസ് എ ഡെഡിക്കേറ്റഡ് മീഡിയം ടു ലോങ് ടേം ഡെറ്റ് ഫിനാൻസിങ് ഫെസിലിറ്റി. മറ്റേതൊക്കെ ഷോർട്ട് ടേം ആയിരുന്നെങ്കിൽ ഇത് മീഡിയം ടു ലോങ് ടേം ഡെറ്റ് ഫിനാൻസിങ് ഫെസിലിറ്റി ഡിസൈൻഡ് ടു ബിൽഡ് എ പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കമ്മ്യൂണിറ്റി ഫാമിംഗ് അസറ്റ്. കമ്മ്യൂണിറ്റി ഫാമിംഗ് അസറ്റുകൾ ബിൽഡ് ചെയ്യുന്നതിനും ഹാർവസ്റ്റിന് ശേഷമുള്ള ഈ ക്രോപ്പ് മാനേജ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് മീഡിയം ടു ലോങ് ടേം ക്രെഡിറ്റ് അവൈലബിലിറ്റിക്ക് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന്. സ്വാഭാവികമായിട്ട് ഇത് നേരിട്ട് കൃഷിക്കുള്ളതല്ല, കൃഷി ചെയ്ത പ്രോഡക്റ്റിനെ സ്റ്റോർ ചെയ്യേണ്ട ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. Interest subvention of 3% annual discount on interest rate up to loans of 2 crore. 2 കോടി രൂപ വരെയുള്ള ലോണുകളിൽ 3% ഇൻട്രസ്റ്റ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ നമ്മൾ ഈ ഒരു പദ്ധതി വഴി ഉണ്ടാകുന്നുണ്ട്. ഫ്രീ ഗവൺമെൻറ് കവറേജസ് ഫോർ ലോൺ അപ് ടു 2 crore. ഗവൺമെൻറ് കവറേജ് 2 കോടി വരെ ഉള്ളതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഫ്രീ, അതായത് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കേണ്ട ഈ ഒരു പ്രൊജക്റ്റുകൾക്ക് എന്നുള്ളതാണ്. ഡ്യൂറേഷൻ മാക്സിമം 7 വർഷമാണ്. ഒരു പ്രൊജക്റ്റിന് കിട്ടുന്ന മാക്സിമം ഡ്യൂറേഷൻ 7 വർഷം വരെ നിങ്ങൾ ഇതിൻ്റെ തിരിച്ചടവിനെ പറ്റി ബോധർ ചെയ്യണമെന്നില്ല. പിന്നെ മൊറട്ടോറിയം ഉണ്ട് 2 വർഷത്തേക്ക്, 6 മാസം മുതൽ 2 വർഷം വരെ മൊറട്ടോറിയം ഉണ്ട് എന്നുള്ളതാണ്. മൊറട്ടോറിയം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ കിട്ടുന്നതാണ്. റീപേയ്മെൻറ്റ് ഹോളിഡേയ്സ് റേഞ്ചിങ് ഫ്രം 6 months to 2 years മൊറട്ടോറിയവും കിട്ടും. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡീറ്റെയിൽസ് നോക്കിയാൽ കോർപ്പസ് 1 ലക്ഷം കോടി രൂപയാണ് അതിൻ്റെ കോർപ്പസ് ഫണ്ടായിട്ട് മാറ്റിയിരിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ് സ്കീമാണ്. 100% സെൻട്രൽ ഗവൺമെൻറ് തന്നെ വരുന്ന പദ്ധതിയാണ് ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് പറയുന്നത്. 2020-21 മുതൽ 32-33 എന്ന് പറയുന്ന കാലയളവ് വരെയാണ് ഈ ഒരു ഫണ്ടിൻ്റെ അലോക്കേഷൻ നിർണ്ണയിച്ചിരിക്കുന്ന കാലയളവെന്നും ഓർത്തിരിക്കാം. ദ പീരീഡ് ഓഫ് സാങ്ഷൻ ആൻഡ് റിലീസ് ഓഫ് ലോൺ ഇസ് കറൻ്റ്ലി സെറ്റ് ടു കൺക്ലൂഡ് ബൈ March 2026. 2026 ഇത് നിർത്തുക. കാരണം 2026 പിന്നെ ഒരു 7 വർഷം എന്ന് പറയുമ്പോൾ 2033 ആവുമല്ലോ അല്ലേ. 2026 2023 അത് 33 അപ്പോൾ അതുവരെ ഉള്ളൂ ഈ ഒരു സ്കീം എന്ന് പറയുന്നത്. അതുകൊണ്ട് 2026 മാർച്ചോടുകൂടി ഈ ഒരു പദ്ധതിയുടെ വൈൻഡിങ് അപ്പാണ്, കൺക്ലൂഷനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതാണ്. റൈറ്റ്. വെയർ ഹൗസ് നിർമ്മിക്കുക, സൈലോസ് നിർമ്മിക്കുക, കോൾഡ് ചെയിൻസ് നിർമ്മിക്കുക, അതായത് കോൾഡ് സ്റ്റോറേജുകളില്ലേ അതൊക്കെ നിർമ്മിക്കുക. അതുപോലെ സോർട്ടിങ്, ഗ്രേഡിങ് ആൻഡ് പാക്കിംഗ് ഹൗസസ് നിർമ്മിക്കുക. പ്രൈമറി പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, അതായത് മില്ലും ഗ്രൈൻഡിങ് യൂണിറ്റുകളൊക്കെ നിർമ്മിക്കുക. റൈപ്പനിങ് ചാമ്പേഴ്സ് നിർമ്മിക്കുക ലോജിസ്റ്റിക്സിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിനൊക്കെ ആയിട്ടാണ് ഈ ഒരു എമൗണ്ട് നമ്മൾ പോസ്റ്റ് ഹാർവസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഈ ഒരു എമൗണ്ട് കൊടുക്കുന്നത്. അതുപോലെ കമ്മ്യൂണിറ്റി ഫാമിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന ഐറ്റംസും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി മുഖാന്തരം നിങ്ങൾക്ക് ഫണ്ട് അലോക്കേഷൻ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ അഗ്രികൾച്ചറൽ സെക്ടറിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഗവൺമെൻറ് സപ്പോർട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ഓക്കെ, റൈറ്റ്. ദെൻ ദ മോഡൽ അഗ്രികൾച്ചറൽ ലാൻഡ് ലീസിംഗ് ആക്ട് ഓഫ് 2016. ഈ ഇങ്ങനൊരു ആക്ട് വന്നിട്ടുണ്ട്. ഡോക്ടർ ടി ഹാക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ആക്റ്റാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു ആക്റ്റാണ്. ദ മോഡൽ അഗ്രികൾച്ചറൽ ലാൻഡ് ലീസിംഗ് ആക്ട് ഓഫ് 2016. ഇറ്റ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ നീതി ആയോഗ് ടു മോഡേണൈസ് ഇന്ത്യാസ് ലാൻഡ് ലീസിംഗ് സിസ്റ്റം. ഇന്ത്യയിലെ ലാൻഡ് ലീസിന് കൊടുക്കുന്ന ഒരു സംവിധാനത്തെ മോഡേണൈസ് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്ന നീതി ആയോഗിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന ഒരു ആക്റ്റാണ് മോഡൽ അഗ്രികൾച്ചറൽ ലാൻഡ് ലീസിംഗ് ആക്ട് ഓഫ് 2016, which is prepared by Dr. T. Hack. Historically, many states either banned land leasing or had restrictive laws that led to concealed or informal tenancies. അത് പല സ്റ്റേറ്റുകളും ഇപ്പോൾ ലീസിന് കൊടുക്കുന്ന പരിപാടി നിർത്തലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല സ്റ്റേറ്റുകളിലും ഇൻഫോർമലായിട്ട് ഒഫീഷ്യൽ അല്ലാത്ത രീതിയിൽ ലാൻഡ് ലീസിംഗ് പരിപാടികൾ നടക്കാറുണ്ട് എന്നുള്ളതാണ്. അത് ആക്ച്വലി അപകടമാണ്, അതിനൊരു നിയമപരിരക്ഷയില്ല എന്നുള്ളതാണ്. ദിസ് ആക്ട് വാസ് ഡിസൈൻഡ് ടു പ്രൊവൈഡ് എ ലീഗൽ ഫ്രെയിംവർക്ക് ദാറ്റ് ബാലൻസസ് ദ സെക്യൂരിറ്റി ഓഫ് ലാൻഡ് ഓണർഷിപ്പ് വിത്ത് ദ റൈറ്റ്സ് ഓഫ് ദി ടെനൻറ്റ്. അപ്പോൾ ഈ ലീസിന് എടുക്കുന്ന ആളുടെ റൈറ്റും ലീസിന് കൊടുക്കുന്ന ലാൻഡ് ഓണറുടെ റൈറ്റും ഒക്കെ ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു ലീഗൽ ഫ്രെയിംവർക്ക് ലീസിങ്ങിന് വേണ്ടി കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ആക്ട് വരുന്നത് എന്നുള്ളതാണ്, ലാൻഡ് ലീസിംഗ് ആക്ട്. പ്രൈമറി ഒബ്ജക്റ്റീവ്സ് നമ്മളിപ്പോൾ പറഞ്ഞു. ഒരു ഓറൽ ലീസോ ഇൻഫോർമൽ ആയിട്ടുള്ള ലീസോ ഒക്കെ മാറി ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ലീസ് എഗ്രിമെൻറ്റ് കൊണ്ടുവരിക.
മാത്രമല്ല ഇപ്പോൾ ലീസിന് എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ക്രെഡിറ്റ് കിട്ടില്ല എന്നുള്ള സംവിധാനമൊക്കെ മാറ്റി ടു അലൗ ടെനന്റ് ഫാമേഴ്സ് ടു ആക്സസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ്, ഇൻഷുറൻസ്, ഡിസാസ്റ്റർ റിലീഫ്. നമ്മൾ നേരത്തെ പറഞ്ഞ അന്ന് സ്വന്തം പ്ലോട്ടിലാവണമെന്നില്ല, ലീസിനെടുത്ത പ്രോപ്പർട്ടിയിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്, എനിക്ക് കിട്ടുമോ ഇൻഷുറൻസ്? കിട്ടത്തില്ലായിരുന്നു, അതൊക്കെ മാറ്റി. ലീസിനെടുത്ത പ്രോപ്പർട്ടി ആയാലും നിങ്ങൾക്ക് എന്ത് കിട്ടും? ക്രെഡിറ്റ് അവൈലബിലിറ്റി കിട്ടും, അതുപോലെ ഇൻഷുറൻസ് കിട്ടും, റിലീഫ് മറ്റു കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളതാണ്. അത് മാത്രമല്ല ടു ഇൻസെൻറ്റീവ് വൈസ് ടെനൻസ് ടു ഇൻവെസ്റ്റ് ഇൻ ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് വിതൗട്ട് ദ ഫിയർ ഓഫ് സഡൻ എവിക്ഷൻ. അല്ലേ, അത് പെട്ടെന്ന് ഇനി ഞാനിവിടെ കൃഷി ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒഴിഞ്ഞു പോകും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കൃഷി ഇറക്കിയതൊക്കെ നഷ്ടമാവും. അതിനൊക്കെ ഇവിടെ ഗ്യാരണ്ടി ഉണ്ട് ഈ ഒരു ലീസ് എഗ്രിമെൻറ്റ് ആക്ട് പ്രകാരം. കാരണം ഞാനിവിടെ 6 മാസത്തേക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ലീസിന് എടുക്കുന്നതെങ്കിൽ 6 മാസം കഴിഞ്ഞ് തന്നെ ഇവിടെ ഇറക്കി വിടാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എവിക്റ്റ് ചെയ്യപ്പെടുന്ന പരിപാടിക്കൊന്നും ഇനി അങ്ങോട്ട് സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. Occupational mobility to allow landowners to migrate for urban jobs while keeping their land productive through legal leasing. അല്ലേ, അത് മാത്രമല്ല ലാൻഡ് ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഈ ഒരു പ്രൊഡക്റ്റീവായിട്ട് ഈ ലാൻഡിനെ മാറ്റിയെടുക്കുന്നു, നമുക്ക് ഫ്രീ മൂവ്മെൻറ്റ് പോസിബിൾ ആക്കുന്നു എന്നുള്ളതാണ്. സോ ആക്ട് is a model act, meaning it serves as a template for states to adopt and adapt എന്നുള്ളതാണ്. അതായത് ഇതൊരു മോഡൽ ആക്റ്റാണ്. അതായത് ഇതൊരു മോഡൽ പറഞ്ഞു തരും. ശരി, നമ്മൾ പറയാമല്ലോ അതിൻ്റെ ഒരു മോഡൽ ഉണ്ടെങ്കിൽ ഒന്ന് തരുമോ? ഇപ്പോൾ നമ്മൾ CV ഉണ്ടാക്കണം, അല്ലെങ്കിൽ എനിക്ക് റെസ്യൂമയുടെ ഒരു മോഡൽ തരുമോ നമ്മൾ ചോദിക്കണം. അപ്പം മോഡൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഇതാണ് ധാരണ, അതിൻ്റെ ഒരു സ്ട്രക്ചർ. ആൻഡ് യു ക്യാൻ മേക്ക് മോഡിഫിക്കേഷൻസ് ഔട്ട് ഓഫ് ദിസ്. അത് തന്നെയാണ് ഈ ഒരു ആക്ട്. ഈ ഒരു മോഡൽ ലാൻഡ് ലീസിങ് ആക്ട് എന്ന് പറയുന്നതും ഒരു മോഡൽ ആക്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സംസ്ഥാനത്തിനും അവരുടേതായ എന്ത് കൊണ്ടുവരാം, മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള അവകാശവും അധികാരവും ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദിസ് ഈസ് എ മോഡൽ ആക്ട് എന്ന് വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഫീച്ചേഴ്സ് ഒന്ന് മ്യൂച്വൽ കൺസെൻറ്റാണ്. ടെനൻറ്റും അതുപോലെ ലാൻഡ് ഓണറും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലി ഈ ഒരു കൺസെൻറ്റിന് ബാധ്യസ്ഥരാണ്. ഓണർഷിപ്പ് ക്ലെയിംസ്, ഇപ്പം ഞാനിവിടെ ലീസിന് കൊടുത്തു എന്ന് കരുതി അതുകൊണ്ട് നേരെ ഓണർഷിപ്പിന് പോകാനോ ആ ലാൻഡ് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ലീഗലോ ഇല്ലീഗലോ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊന്നുമുള്ള അനുമതിയില്ല. അതുപോലെ ഓട്ടോമാറ്റിക് റിസംഷനാണ്. അതായത് ലാൻഡ് ഓട്ടോമാറ്റിക്കലി റിവേർട്സ് ടു ദി ഓണർ വൺസ് ദി ലീസ് പീരീഡ് എക്സ്പയർസ്. അവിടെ അതിനുവേണ്ടി പ്രത്യേകം നിങ്ങൾ ലീസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആരുടെ അടുത്തും പോകേണ്ട, അതിനൊരു ഗവൺമെൻറ്റിനും ഫീസ് അടയ്ക്കണം, ഒന്നും വേണ്ട. നിങ്ങൾ 1 വർഷത്തേക്കാണ് ഒരു ലാൻഡ് ലീസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ ദി ഓണർ ആൻഡ് യു ആർ ഗിവിങ് ഫ്രം 2026 ജനുവരി 1 മുതൽ ഞാനൊരാൾക്ക് ലാൻഡ് ലീസ് ചെയ്യുന്നു 1 വർഷത്തേക്ക്. ടെന്യൂർ പീരീഡ് 2027 ജനുവരി 1 വരെയാണ്, അല്ലെങ്കിൽ ജനുവരി 1 വരെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി 2027 ജനുവരി 1 ആവുന്ന സമയത്ത് ഈ ലീസ് എഗ്രിമെൻറ്റ് ക്യാൻസൽ ആയല്ലോ. അതിനുശേഷം ആ ലാൻഡിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം റൈറ്റ് എൻ്റെ ഓണറിന് തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് ലീസിന് വന്നിരിക്കുന്ന ടെനൻറ്റിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്ന് സാരം. ക്ലിയർ അല്ലേ മക്കളെ? ലോൺ എലിജിബിലിറ്റി, ടെനൻസ് ക്യാൻ യൂസ് ദീസ് ലീസ് എഗ്രിമെൻറ്റ് ടു ഗെറ്റ് ബാങ്ക് ലോൺ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ക്രെഡിറ്റ് ഫെസിലിറ്റിക്കും ഇൻഷുറൻസിനൊക്കെ വേണ്ടിയിട്ട് ലീസ് എഗ്രിമെൻറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. Tenants are entitled to get back the unused value of any permanent improvements like tube wells made to the land and all those things. പെർമനൻ്റ് ആയിട്ട് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീഇംബേഴ്സ്മെൻറ്റ് കിട്ടാൻ ടെനൻസിന് അധികാരമുണ്ടെന്ന്. അപ്പം ഞാൻ അവിടെ ഒരു കിണർ ഒഴിച്ചു, അല്ലെങ്കിൽ 40,000 രൂപ എങ്കിൽ ആ കിണർ ഇനി ലാൻഡ് ഓണർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അല്ലേ. അത് റീഇംബേഴ്സ്മെൻറ്റ് എനിക്ക് ചോദിക്കാം. അതൊരു ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ സിസ്റ്റംസ് ഉണ്ട്. മീഡിയേഷനും റവന്യൂ ഓഫീസറും സ്പെഷ്യൽ ലാൻഡ് ട്രൈബ്യൂണലും ഒക്കെ അതിന് വേണ്ടിയിട്ടുണ്ട്. ഒരു ടയർഡ് സിസ്റ്റം തന്നെയാണ്, 3 ടയർ സിസ്റ്റം തന്നെ ഇവിടെ എന്തിനും ഉണ്ട്. ആ ഡിസ്പ്യൂട്ട് എന്തെങ്കിലും വന്നാൽ ഇവർ തമ്മിൽ വന്നെങ്കിൽ അതിൻ്റെ റെസൊല്യൂഷനും കൃത്യമായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. പൊതുവെ നമുക്കറിയാമല്ലോ, ടെനൻസും ലാൻഡ് ഓണേഴ്സും തമ്മിൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസവും ഈ ഒരു ആക്ട് പ്രകാരം ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട് എന്നുള്ള കൃത്യമായിട്ട് എല്ലാ ഏരിയയും പരിഗണിച്ചിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള വിച്ച് ഇസ് എ ഗുഡ് തിങ്. അണ്ടർ ദിസ് scheme, women or men self-help group lease land for more than 3 years for horticulture cultivation. 3 വർഷത്തിന് മുകളിലുള്ള ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. This agreement is made under the Indian Contract Act of 1872, in which the lease offers agriculture as a service to the landlord and shares profits or pays fixed compensation. ഒന്നുകിൽ ലീസ് എന്ന് പറയുന്നത് ഫിക്സഡ് കോമ്പൻസേഷൻസാണ്, മന്ത്ലി അല്ലെങ്കിൽ ഇയർലി ഇത്ര രൂപ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഇത്ര ഷെയർ, അതിന് പ്രോഫിറ്റിൻ്റെ ഷെയർ കൊടുത്തുകൊണ്ടാണ് ഉണ്ടാവേണ്ടത്. കാരണം 1872 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരമാണ് ഈ ഒരു ലീസിംഗ് എഗ്രിമെൻറ്റും വന്നിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. ആൻഡ് ദി ഗ്രാമപഞ്ചായത്ത് ബിക്കം എ പാർട്ടി ടു ദി ട്രാൻസാക്ഷൻ ആൻഡ് ദി എഗ്രിമെൻറ്റ് ഈസ് നോട്ടറൈസ്ഡ് ഇൻ ദി ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തും ഇതിനകത്തൊരു അംഗമായിരിക്കും, ഈ ഒരു എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിരിക്കും എന്നുള്ളതാണ് പറയുന്നത് പഞ്ചായത്ത്. So this helps the lease group become eligible for benefits like credit and insurance, and since the government lasts 3 to 5 years, it is well suited for cultivating horticultural crops. And to support organic farming, government has implemented 2 dedicated schemes since 2015, the Paramparagata Krishi Vikas Yojana and the Mission Organic Value Chain Development for Northeastern Region. Horticulture ക്രോപ്പുകളുടെ കൾട്ടിവേഷന് വേണ്ടിയിട്ട് 3 to 5 വർഷം വരെ ഗവൺമെൻറ് ഉണ്ടാവുമല്ലോ. യു ക്യാൻ ഗോ ഹെഡ് ആൻഡ് ലീസ് ദി ഏരിയാസ്. അതുപോലെ തന്നെ ഈ ഓർഗാനിക് ഫാമിംഗ് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ട്രഡീഷണൽ ഫാമിംഗ് കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്
2 പ്രധാനപ്പെട്ട സ്കീമുകൾ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പരമ്പരാഗത കൃഷി വികാസ് യോജന PKVY, അതുപോലെ മിഷൻ ഓർഗാനിക് വാല്യൂ ചെയിൻ ഡെവലപ്മെൻറ്റ് ഫോർ നോർത്ത് ഈസ്റ്റേൺ റീജിയൻ MOVCDNER എന്ന് പറയുന്ന പദ്ധതിയും രണ്ടും ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ PKVY നമ്മുടെ പരമ്പരാഗത കൃഷി വികാസിൻ്റെ സംഭവത്തിൻ്റെ കീഴിൽ 52,289 ക്ലസ്റ്റേഴ്സ് കവറിംഗ് 14.99 lakh ഹെക്ടേഴ്സ് ആൻഡ് 25.3 lakh ഫാമേഴ്സ് ഹാവ് ബീൻ മൊബിലൈസ്ഡ്. വേണമെന്നില്ല, ആ 2 സ്കീമിൻ്റെ പേര് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി കേട്ടോ. ആ നമ്പർ വേണമെന്ന് ഇല്ല എന്നുള്ളതാണ്. സ്കീമിൻ്റെ പേര് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. പരമ്പരാഗത കൃഷിയും പിന്നെ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ കൃഷിയുടെയും 2 സ്കീമിൻ്റെയും പേരുകളൊന്ന് ഓർത്തിരിക്കാൻ മറക്കാണ്ടിരിക്കാനായിട്ട്. ഓക്കെ, റൈറ്റ്. സോ ദാറ്റ് ബീയിങ് സെഡ്, നമുക്ക് ഇത്രയുമാണ് ഈ ഒരു ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കീംസ് അല്ലെങ്കിൽ സപ്പോർട്ട് മെക്കാനിസം എന്ന രീതിയിൽ നമുക്ക് പഠിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട വസ്തുതകൾ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചോദ്യം വരാൻ സാധ്യതയുള്ള ഏരിയാസാണ് സപ്പോർട്ട് മെക്കാനിസത്തിനകത്തും നമ്മൾ ഇന്ന് നോക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് എല്ലാ ആംഗിളും നമ്മളൊന്ന് നോക്കി പോയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന ഉത്തമ ബോധ്യത്തോടു കൂടി ഇന്നത്തെ സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച്. ബൈ.